നമസ്കാരം. ഡാലിയൻ നിക്കോൾസന്റെ ആ ചോദ്യം ശരിക്കൊരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഡസ്റ്റിൻ, നമുക്ക് പഴയതുപോലെ ഒന്നിച്ച് ജീവിച്ചുകൂടെ എന്നുള്ള ഡാലിയുടെ ആ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ എന്തു മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ ഡാലിയുടെ മുഖത്ത് നോക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ ഡസ്റ്റിന്റെ ഫോൺ റിങ് ചെയ്തു. ഡസ്റ്റിൻ ഫോൺ എടുത്തു. ഫോണിൽ നടാഷ ഹർമണാണ്. ഡസ്റ്റിൻ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഫോൺ എടുത്തുടൻ നടാഷ ഡസ്റ്റിനോട് ചോദിച്ച ചോദ്യം അതാണ്. അത് കേട്ടത് ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, അത് പറ്റില്ല, ഇവിടെ ഗ്രിഗറിക്ക് നല്ല സുഖമില്ല. അയ്യോ, ഗ്രിഗറിക്ക് സുഖമില്ലേ? അങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട, അത്രയ്ക്ക് അസുഖമൊന്നുമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. ഡസ്റ്റിൻ, ഗ്രിഗറിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ശ്രദ്ധിച്ചാൽ നോക്കുന്നത്. ഡസ്റ്റിൻ, അത് പോരാ, ഡസ്റ്റിന് പല തിരക്കുകളുണ്ട്. ഗ്രിഗറിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ വേണം. ഒരാളെ രാവിലെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഡസ്റ്റിന് ആ കാര്യവുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുമ്പോ നടാഷ അതങ്ങ് ക്ലോസ് ചെയ്യാണ്. ആ വിഷയം ക്ലോസ് ചെയ്തിട്ട് നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നാളെയാണ് നമ്മുടെ ഇമോട്രോണുളിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തീരുമാനിക്കുന്ന ദിവസം. നമ്മുടെ ഫാക്ടറിയുടെ ഹാളിൽ വെച്ചാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തീരുമാനിക്കുന്നത്. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന് സ്വിൻഡനിലും മിൽസ്ബർഗിലും ഫാക്ടറികളുണ്ട്. സ്വിൻഡനിലെ ഫാക്ടറിയിലെ ഹാളിൽ വെച്ചാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തീരുമാനിക്കാൻ പോകുന്നത്. ഡസ്റ്റിൻ ഉറപ്പായിട്ടും രാവിലെ 10 മണിക്ക് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തീരുമാനിക്കുന്ന മീറ്റിംഗിൽ ഉണ്ടാകണമെന്ന് നടാഷ തീർത്തു പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ സമ്മതിച്ചു. ഡസ്റ്റിൻ ആദ്യം ഒന്ന് പറഞ്ഞു ഒഴിഞ്ഞതാണെങ്കിലും നടാഷ നിർബന്ധിച്ചുകൊണ്ടാണ് സമ്മതിച്ചത്. ഫോൺ കട്ടായതും ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, നടാഷയായിരുന്നു അല്ലേ? നടാഷയായിരുന്നു. ഡസ്റ്റിൻ നടാഷയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോ ഡാലിയ അവളുടെ കയ്യിലെ വാച്ചിലൊന്ന് നോക്കി. ഡസ്റ്റിൻ, ഇപ്പൊ ശരിക്കും രാത്രിയായല്ലോ. ഈ രാത്രിയിലും നടാഷയ്ക്ക് ഡസ്റ്റിനോട് സംസാരിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലെന്ന് തോന്നുന്നു. ഡസ്റ്റിന് ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ, ഡസ്റ്റിൻ, ഞാൻ ഇറങ്ങിയാണ്. ഡസ്റ്റിനോട് ഡാലിയ ചോദിച്ച ചോദ്യത്തിന് ഡസ്റ്റിന് മറുപടി പറയാൻ കഴിയുമ്പോഴാണ് നടാഷയുടെ ഫോൺ കോൾ വന്നത്. അതുകൊണ്ട് തന്നെ വിഷയം നടാഷയിലേക്ക് മാറുകയായിരുന്നു. ഡാലിയ പീസ് മെഡിക്കൽ സെന്ററിന്റെ വാതിൽക്കലിന് നേരെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഡസ്റ്റിൻ ഡാലിയ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. വാതിൽക്കലെത്തിയ ഡാലിയ ഡസ്റ്റിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അവൾ വേഗം അവളുടെ കാറിന് നേരെ നടക്കുകയാണ്. ഡാലിയയുടെ ആ വാതിൽക്കലുള്ള നിപ്പും പുഞ്ചിരിയും തിരിഞ്ഞുള്ള നടത്തും ഒക്കെ ഡസ്റ്റിനെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. ഡാലിയ നിക്കോൾസൺ ആ രാത്രിയിൽ കാറിലേക്ക് കയറി പോകുന്നത് നിശബ്ദനായി നോക്കി നിന്ന ഡസ്റ്റിൻ റയാസ് പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആ ഫാക്ടറി ഹാളിലേക്ക് വന്നു. പീസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്താവുന്ന ദൂരത്തിലാണ് സ്വിൻഡനിൽ ഹാർമന്റെ ആ ഫാക്ടറി ഉള്ളത്. അവിടെ ആ ഫാക്ടറി ഹാളിലേക്ക് ഡസ്റ്റിൻ കയറി വരുമ്പോൾ അതിനകത്ത് അനവധി ആളുകളുണ്ട്. പലരും ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഡസ്റ്റിൻ ഹാളിനകത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഡസ്റ്റിൻ. ശബ്ദം കേട്ട് ഡസ്റ്റിൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മാറ്റ് ലാനിയെയും ജൂലി ആംബേഴ്സിനെയാണ്. വിളി കേട്ട് നിന്ന ഡസ്റ്റിന് അടുത്തേക്ക് ജൂലി പെട്ടെന്ന് എത്തി. ഡസ്റ്റിന് അടുത്തെത്തി ജൂലി ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, താനെന്താ ഇവിടെ? നീ എന്തിനാ ഇവിടെ വന്നേ? പെട്ടെന്ന് ഡസ്റ്റിൻ തിരിച്ചു ചോദിച്ചു, ഞങ്ങള് ഇമോട്രോണുളിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ വന്നതാണ്. ഇമോട്രോണുൾ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടാബ്ലറ്റ് ആണ്. 2 ദിവസം മുമ്പ് നടന്ന പത്രസമ്മേളനം സ്വിൻഡനിൽ ഒരു വലിയ ചലനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ മരുന്ന് മാർക്കറ്റ് ചെയ്യാനായി ആ ഫാക്ടറിയിൽ അവസരം കിട്ടാനായി വന്നിരിക്കുകയാണ്. ഹാളിൽ ഒത്തിരി ആളുകളുണ്ട്. മാറ്റ് ലാനി അയാളുടെ കുടുംബത്തിന് വേണ്ടി ഇമോട്രോണുളിന്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കാനാണ് അവിടെ എത്തിയിരിക്കുന്നത്. സ്വിൻഡനിലും മിൽസ്ബർഗിലും ലാനി കുടുംബത്തിന് ശരിക്കും അടിത്തറയുണ്ട്. ആ അടിത്തറ ഉപയോഗിച്ചുകൊണ്ട് ഇമോട്രോണുൾ നന്നായി മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മാറ്റ് ലാനിക്ക് അറിയാം. അതുമാത്രമല്ല, ഇമോട്രോണിന് ശരിക്കും ഡിമാൻഡുണ്ട്. ഇമോട്രോണുളിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ പറ്റിയാൽ വൻതോതിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് കൂടിയാണ് മാറ്റ് ലാനി ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആ ഫാക്ടറിയിൽ എത്തിയിരിക്കുന്നത്. ജൂലിക്ക് ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിലെ ചില ആളുകളെ പരിചയമുണ്ട്. ആ പരിചയം വെച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് വാങ്ങിയെടുക്കണം. അതാണ് ജൂലിയുടെയും മാറ്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ അവിടെ എത്തിയ ജൂലിയും മാറ്റും ഡസ്റ്റിനെ കണ്ടപ്പോ പെട്ടെന്ന് അവർക്ക് കളിയാക്കാൻ ഒരാളെ കിട്ടിയ പ്രതീതിയിലായി. ഡസ്റ്റിൻ, നിനക്ക് ഇമോട്രോണിനെ കുറിച്ച് അറിയാവോ? ഇമോട്രോണുൾ ഇപ്പൊ ശരിക്കും ചലനം ഉണ്ടാക്കുന്ന മരുന്നാണ്. ആ ടാബ്ലറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഒരുപാട് പണത്തിലുള്ള കാര്യമാണ്. നിന്റെ കയ്യിലാണുള്ള പണം ഉണ്ടാവും. അവിടെ എത്തിയിരിക്കുന്ന അവരെ പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ വേണ്ടിയാണ് ഡസ്റ്റിൻ റൈസ് എത്തിയിരിക്കുന്നത്. ആ ധാരണയിലേക്ക് ജൂലിയും അതുപോലെ മാറ്റും എത്തിയത് കൊണ്ടാണ് മാറ്റ് അങ്ങനെ പറഞ്ഞത്. എന്താ, നിങ്ങളുടെ കയ്യിൽ മാത്രമേ പണമുള്ളൂ? ഞാൻ വിചാരിച്ചാലും കുറച്ച് പണമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോ ജൂലി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ,
അവനവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യടാ. ജൂലി അങ്ങനെ പറഞ്ഞതും മാറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങള് ഇമോർട്ടറോൾ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാറ്റ്ലാനിന് ശരിക്കും ആത്മവിശ്വാസത്തോടു കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. ഡസ്റ്റിൻ മാറ്റ്ലാനിനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇമോർട്ടറോൾ മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുമെന്ന്. ഹേയ് ഡസ്റ്റിൻ, നീ എന്താ ഈ പറയുന്നേ? ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ വേറെ ആളുകളുണ്ട്, അവര് തീരുമാനിച്ചോളൂ. നീ കാഴ്ച കാണാൻ വന്നതല്ലേ, കാഴ്ച കണ്ടാ മതി. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഡസ്റ്റിനെ വിട്ട് ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി. ഡസ്റ്റിൻ അവിടെ വന്നിരിക്കുന്ന ആളുകളേക്ക് ഒന്ന് വീക്ഷിക്കുകയാണ്. ആർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നടാഷ ഹാർമൺ ഡസ്റ്റിൻ റൈസിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ ആ ആൾക്കൂട്ടത്തെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. ആ സമയത്താണ് ജൂലി ആംബേഴ്സണും മാറ്റ്ലാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് ഡസ്റ്റിൻ റൈസ് കാണുന്നത്. വന്നയാള് ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഡ്രസ് കോഡ് അണിഞ്ഞിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഡസ്റ്റിൻ ആ വ്യക്തിയെ ശ്രദ്ധിച്ചത്. ഫാക്ടറിക്കുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നതാണ്. അയാളെ കണ്ടതും ജൂലി ശരിക്കും സന്തോഷത്തോടുകൂടി ഏയ് മാർക്ക് എന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുകയാണ്. മാർക്ക് ഓടി വന്ന് ജൂലി ഒന്ന് ആലിംഗനം ചെയ്തു. ആ കാഴ്ച കണ്ട ഡസ്റ്റിന് ഉറപ്പായി അവർക്ക് തമ്മിൽ നല്ല പരിചയമുണ്ട്. ഡസ്റ്റിൻ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി സാവധാനം നടന്ന് ആ ടീം നിൽക്കുന്നതിന്റെ അടുത്തെത്തുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഡസ്റ്റിന് കേൾക്കാം. ഏയ് ജൂലി, നീ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല ഇമോർട്ടോളിന്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കിട്ടുക എന്നുള്ളത്. അയൺ ലേഡി ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് തീരുമാനിക്കാനായി മിസ്റ്റർ റയസിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. റയസ് എന്ന പേരുള്ള ഒരാളെയാണ് നടാഷ ഹാർമൺ ഇമോർട്ടോളിന്റെ സകല ചുമതലയെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാർക്ക് എന്ന ആ വ്യക്തി ജൂലിയോട് പറഞ്ഞപ്പോൾ ജൂലി മാറ്റ്ലാനി ഒന്ന് മുഖത്തോടോ നോക്കി. ജൂലിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ മാറ്റ്ലാനി ഉടൻ തന്നെ അയാളുടെ പോക്കറ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് എഴുതി. $1 മില്യൺ ഒരു ചെക്കാണ് മാറ്റ്ലാനി എഴുതിയത്. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ചെക്ക് അയാൾ പെട്ടെന്ന് മാർക്കിന്റെ കയ്യിലേക്ക് വെച്ചു. മാർക്ക്, ഇതിരിക്കട്ടെ. ആ ചെക്കിലെ സംഖ്യ കണ്ട മാർക്ക് ശരിക്കൊന്നും നടുങ്ങി. അയാൾ എത്രയെങ്കിലും വർഷം പണിയെടുത്താൽ മാത്രം ലഭിക്കുന്ന ഒരു എമൗണ്ട് ആണ് ഇതാ മാറ്റ്ലാനി ഒറ്റ ചെക്ക് വഴി കൊടുത്തിരിക്കുന്നത്. ആ ചെക്ക് അയാൾ വളരെ സുരക്ഷിതമായി അയാളുടെ പേഴ്സിനകത്തേക്ക് വെച്ചതിന് ശേഷം അയാൾ മാറ്റ്ലാനിയോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ലാനി, മിസ്റ്റർ റയസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാനും റയസ് തമ്മിൽ ഒരു അടുപ്പമുണ്ട്. ഏയ് മാർക്ക്, മാർക്ക് പറയുന്നത് സത്യമാണോ? മിസ്റ്റർ റയസുമായി മാർക്കിന് നല്ല അടുപ്പമുണ്ടോ? അടുപ്പമുണ്ടോന്നോ ജൂലി എന്തായി ചോദിക്കുന്നത്? ഇന്നലെ രാത്രിയും ഞാനും മിസ്റ്റർ റൈസും ഒന്നിച്ചല്ലേ ബാറിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഒന്നിച്ചാ മദ്യപിച്ചത്. ഞങ്ങൾ തമ്മിൽ ശരിക്കും അടുപ്പത്തിലാണ്. ഡസ്റ്റിൻ റൈസിനെ കുറിച്ച് മാർക്ക് പറയുന്ന ആ ഡയലോഗ് അവർക്ക് ഏകദേശം ഒരു 5-6 അടി മാത്രം മാറി നിൽക്കുന്ന ഡസ്റ്റിന് നന്നായി കേൾക്കാം. ഡസ്റ്റിൻ മാർക്കിന്റെ ഡയലോഗുകൾ കേട്ട് അറിയാതൊന്ന് പുഞ്ചിരിച്ചു പോവുകയാണ്. ഡസ്റ്റിൻ അവരുടെ സംഭാഷണം കേട്ട് അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ മാർക്ക് ജൂലിയും അതുപോലെ മാറ്റിനെയും അടുത്തേക്ക് വിളിച്ച് വളരെ ശബ്ദം കുറച്ച് അവരോട് പറഞ്ഞു, നമുക്ക് ഒന്ന് മാറി നിൽക്കാം. ഡസ്റ്റിൻ റൈസ് നോക്കുമ്പോൾ ആ മോന്തങ്ങ ടീം പുറത്തേക്ക് നീങ്ങുകയാണ്. ആ കാഴ്ച കണ്ട ഡസ്റ്റിൻ സാവധാനം ആൾക്കൂട്ടത്തിനിടയിൽ കൂടി പുറത്തേക്ക് നടന്നു. ഡസ്റ്റിൻ റൈസ് ഡാലിയ നിക്കോൾസനും നടാഷ ഹാർമണും തമ്മിൽ ഒരു കമ്പനി ഫോം ചെയ്ത സമയത്ത് കുറച്ച് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിലെ ഫാക്ടറി ജീവനക്കാർ ആരും തന്നെ ഡസ്റ്റിനെ കണ്ടിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടക്കുമ്പോൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. ഡസ്റ്റിൻ സാവധാനം ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഫാക്ടറിയുടെ ഒരു ഇടനാഴിയിലേക്ക് വന്നു. ഡസ്റ്റിൻ നോക്കുമ്പോൾ മാർക്കും ജൂലി ആംബേഴ്സണും മാറ്റ്ലാനിയും ഫാക്ടറിയുടെ ഇടനാഴി കൂടെ നടക്കുന്ന കണ്ടത്. ഡസ്റ്റിൻ അവരെ ഫോളോ ചെയ്തു. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇറക്കുന്ന ഇമോർട്ടോളിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ വന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ജൂലിയ ആംബേഴ്സണും മാറ്റ്ലാനിയും. അവരെ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫാക്ടറി ജീവനക്കാരനായ ആള് അങ്ങനെ ഫാക്ടറിക്കുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പാടുള്ളതല്ല. ഫാക്ടറി എപ്പോഴും ഒരു രഹസ്യ സ്വഭാവമുള്ള സ്ഥലമാണ്. അവിടേക്ക് അപരിചിതരെ കയറ്റാൻ പാടുള്ളതല്ല. ഇവിടെ അകത്തേക്ക് പോയിരിക്കുന്നത് ജൂലി ആംബേഴ്സണും മാറ്റ്ലാനിയുമാണ്. രണ്ടും മിടുക്കരായ കള്ളന്മാരാണ്. ആ ഒരു ധാരണയും കൂടി ഡസ്റ്റിൻ ഉള്ളത് കൊണ്ടാണ് ഡസ്റ്റിൻ അവരെ ഫോളോ ചെയ്തത്. ഡസ്റ്റിൻ അവരെ ഫോളോ ചെയ്ത് എത്തിയത് ഒരു മുറിയുടെ അടുത്താണ്. ആ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഡസ്റ്റിൻ ശബ്ദമുണ്ടാക്കാതെ ആ വാതിലിനടുത്ത് എത്തിയപ്പോൾ അകത്ത് മാർക്കും മാറ്റ്ലാനിയും ജൂലി ആംബേഴ്സണും ഉണ്ട്. അവർ 3 പേരും കൂടി ചില പെട്ടികൾ ചുമന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 3 പെട്ടി സാധനമാണ് അവർ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ പെട്ടികളുമായി പുറത്തു വന്ന ആ 3 ടീം ആ പെട്ടികളുമായി വാതിലടച്ചതിന് ശേഷം കോറിഡോറിലൂടെ തിരിച്ചട തുടങ്ങി.
അവർ മടങ്ങി വരുന്ന കണ്ടതും ഡസ്റ്റിൻ ഒരു തൂണിന് മറഞ്ഞതും അവർ മൂന്നുപേരും ഡസ്റ്റിനെ പാസ് ചെയ്ത് പോയതും ഡസ്റ്റിൻ അവരെ ശബ്ദം ഉണ്ടാക്കാതെ ഫോളോ ചെയ്യാണ്. അവർ ഏകദേശം ഹാളിന് സമീപത്ത് എത്തിയപ്പോൾ പെട്ടി താഴെ വെച്ചിട്ട് സംസാരിച്ചു തുടങ്ങി. ശബ്ദം താഴ്ത്തിയാണ് അവർ സംസാരിക്കുന്നത്. ഡസ്റ്റിൻ അടുത്തെത്തി. മാർക്ക് മാറ്റ് പറഞ്ഞു, മിസ് ലാനി, ഈ പെട്ടികളിലുള്ളത് ഇമ്മോർട്ടലിനുള്ളതാണ്. ഇമ്മോർട്ടലിനുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന ആ ടീമിന് 3 പെട്ടി ഇമ്മോർട്ടലിനുള്ള മാർക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യം അത് കേട്ടപ്പോൾ ഡസ്റ്റിന് തോന്നിയത്. പക്ഷെ അടുത്ത ഡയലോഗ് ഡസ്റ്റിനെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ജൂലി, ഈ സാധനം കത്തിച്ചു കളയാൻ വേണ്ടി ഫാക്ടറി എന്നെ ഏൽപ്പിച്ചതാണ്. മാർക്ക്, കത്തിച്ചു കളയാനോ? അതെ ജൂലി, കത്തിച്ചു കളയാൻ. മരുന്നുണ്ടാക്കുമ്പോൾ ചില ബാച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എത്തത്തില്ല. ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിലവാരമില്ലെന്ന് ഉറപ്പായാൽ അതിനെ കത്തിച്ചു കളയാണ് പതിവ്. ഇമോട്രനോൾ ഉണ്ടാക്കിയ സമയത്തും ചില ബാച്ച് വേണ്ടത്ര നിലവാരമില്ലെന്ന് കണ്ടതുകൊണ്ട് കത്തിച്ചു കളയാനായിട്ട് മിസ് ഹാർമൺ എന്നെ ഏൽപ്പിച്ചതാണ്. മാർക്ക്, അപ്പോ ഇമോട്രനോളിന്റെ അതേ ക്വാളിറ്റി ഈ മരുന്നിൽ കാണില്ലേ? ജൂലി, അതേ ക്വാളിറ്റി ഒക്കെ കാണും, കുറച്ച് കുറവ് കാണുന്നേ ഉള്ളൂ. പക്ഷെ ആരാ അറിയാൻ പോകുന്നത്? നിങ്ങളിപ്പോ ഇമോട്രനോളിന്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ തരുന്ന ഈ ബോക്സിലെ മരുന്നും അവയെ തമ്മിൽ കൂട്ടിക്കലർത്തണം. ഇമോർട്ടലിന്റെ യഥാർത്ഥ വിലയുടെ 5-1 ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇത് വൻ ലാഭം ഉണ്ടാക്കും. 5-1 വിലയ്ക്ക് കിട്ടുന്ന സാധനം സ്വാഭാവികമായിട്ട് വൻ പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് അത് കേട്ടപ്പോ ജൂലിക്കും അതുപോലെ മാറ്റ് ഉറപ്പായി. വൻ പ്രോഫിറ്റ് ആണ് വരുന്നത്. ഇമോർട്ടലിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ ദിവസവും കുറച്ച് ബാച്ച് എന്തായാലും അവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിൽ എത്താതെ പോകും. അതിനെ നശിപ്പിക്കാൻ വേണ്ടി മാർക്കിനെ ഏൽപ്പിക്കുമ്പോൾ മാർക്ക് അത് നശിപ്പിച്ചു എന്ന് എഴുതി വെച്ചതിന് ശേഷം ആരും അറിയാതെ മാറ്റ്ലാനിക്ക് മറിച്ചു വിൽക്കാമെന്ന് ഒരു ധാരണയിലേക്കാണ് അവരെത്തിയത്. മാറ്റ്ലാനിയും ജൂലിയും മാർക്കും അവരുടെ പുതിയ ബിസിനസിന്റെ സാധ്യതയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നതും പെട്ടെന്ന് ഡസ്റ്റിൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് വന്നു. ഏയ്, എന്താ ഇത്? പെട്ടെന്ന് ഡസ്റ്റിൻ അങ്ങനെ ചോദിച്ചതും മാർക്ക് ഡസ്റ്റിനോട് ചോദിച്ചു, ആരാ നീ? ഞാൻ ആരെങ്കിലും ആവട്ടെ, എന്താ ഇത്? ഏയ്, ആരാ നീ? ആരോട് ചോദിച്ചിട്ടാ നീ ഫാക്ടറിയിലേക്ക് കടന്നത്? മാർക്ക് ശരിക്കും ദേഷ്യത്തിലാണ്. മാർക്ക് അങ്ങനെ ദേഷ്യത്തോട് ചോദിച്ചതും ഡസ്റ്റിൻ കൈ നിവർത്തി ഒരു അറ്റിയാടി. തികച്ചും അപ്രതീക്ഷിതമായി മാർക്കിന്റെ കവിളിൽ ഡസ്റ്റിന്റെ കൈ പതിഞ്ഞതും മാറ്റ്ലാനിയും ജൂലിയും വല്ലാതൊന്ന് ഞെട്ടുകയാണ്. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമ നടാഷ ഹാർമണുമായി ഡസ്റ്റിൻ റേസിന് അടുപ്പമുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും പലരും സംസാരിച്ച് ജൂലിയും മാറ്റ്ലാനിയും കേട്ടിട്ടുണ്ട്. 1-2 തവണ നടാഷയ്ക്കൊപ്പം ഡസ്റ്റിനെ അവർ കണ്ടതുമാണ്. എന്നാലും പെർമിഷൻ ഇല്ലാതെ ഫാക്ടറിക്കുള്ളിലേക്ക് കടന്ന് ഫാക്ടറിയിലെ പ്രധാന ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് മാനേജർ മാർക്കിനെ ഡസ്റ്റിൻ തല്ലിയത് ഒരു വല്ലാത്ത കുറ്റമായി ജൂലിക്കും അതുപോലെ മാറ്റ്ലാനിക്കും തോന്നി. ഈ സമയത്ത് അടിയേറ്റ മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പിലാണ്. അസിസ്റ്റന്റ് മാനേജറായ മാർക്കിനെ തികച്ചൊരു അപരിചിതൻ ഇതാ തല്ലിയിരിക്കുന്നു. ദേഷ്യം വന്ന അയാൾ ഡസ്റ്റിന് ചോദിച്ചു, നീ എന്തിനാ തല്ലിയത്? എന്തിനാ തല്ലിയെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ അടുത്തിരുന്ന ആ പെട്ടിയിൽ ഒന്ന് തട്ടി. ആ പെട്ടിയിൽ ഡസ്റ്റിന്റെ കാല് പതിഞ്ഞതും പെട്ടി പൊട്ടി ഇമ്മോർട്ടലിന്റെ പാക്കറ്റുകൾ പുറത്തൊക്കെ ചിതറി. പെട്ടെന്ന് ആ 4 ടീമിന് ചുറ്റും ഇമ്മോർട്ടനോൾ ചിതറി വീണപ്പോ മാർക്കും മാറ്റ്ലാനിയും ജൂലിയും വല്ലാത്ത ഭയത്തോടു കൂടി ആ മരുന്നുകളിലേക്കും ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ മാർക്കിനോട് പറഞ്ഞു, ഏയ്, ഈ മരുന്നുകൾ നശിപ്പിക്കാൻ വേണ്ടി നിന്നെ ഫാക്ടറിയിൽ നിന്ന് ഏൽപ്പിച്ചതല്ലേ? നീ അത് നശിപ്പിക്കാതെ മറിച്ചു വെക്കുകയാണ്. ഏയ്, അനാവശ്യം പറയരുത്. മാർക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് കൈയടിച്ചു. മാർക്ക് ഉറക്കെ കൈയടിച്ചതും ഫാക്ടറിക്കുള്ളിൽ നിന്ന് അനവധി ആളുകൾ അകത്തേക്ക് ഓടി വന്നു. സെക്യൂരിറ്റി ഗാർഡുകൾ ഇങ്ങോട്ട് വരാൻ പറയാം. മാർക്ക് പറഞ്ഞത് കേട്ട് ഫാക്ടറിയിൽ നിന്ന് ഒത്തിരി സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വന്നു. ഏകദേശം ഒരു ഡസൻ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. സെക്യൂരിറ്റി ഗാർഡുകൾ അവിടെ എത്തിയതും മാർക്കിന് ഒരു ധൈര്യമായി. മാർക്ക് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ്, നീ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. നിനക്ക് ജീവനോടൊന്ന് പുറത്തു പോകണമെങ്കിൽ നീ എന്നോട് മാപ്പ് പറയണം. വെറുതെ അല്ല, മുട്ടുകുത്തി മാപ്പ് പറയണം. മുട്ടുകുത്തി മാപ്പ് പറയാന്ന് പറയുമ്പോൾ പൂർണ്ണ പരാജയ സമ്മതിക്കലാണ്. തല്ല് കിട്ടണമെങ്കിൽ മാപ്പ് പറയണമെന്ന് ആ സെക്യൂരിറ്റി ഗാർഡുകളെ നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് മാർക്ക് പറഞ്ഞതും ജൂലി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, മാർക്ക് പറഞ്ഞു കേട്ടില്ലേ, ജീവൻ വേണമെങ്കിൽ മുട്ടുകുത്തി മാപ്പ് പറ. ഡസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാറ്റ്ലാനിയും ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, തൽക്കാലം തടി രക്ഷിക്കുന്നത് നല്ലത്. നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത്. മാറ്റ്ലാനിയും ജൂലിയും ആ നാടകത്തിന്റെ ഭാഗമായപ്പോ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. കൊള്ളാം, തെറ്റ് ചെയ്തതും പോരാ, 3 പേരും കൂടി ഇതിനെ ന്യായീകരിക്കുകയാണ്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളുടെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളോട് പറഞ്ഞു, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. മാർക്ക് എങ്ങനെ പറഞ്ഞതും സെക്യൂരിറ്റി ഗാർഡുകൾ പെട്ടെന്ന് ഡസ്റ്റിനെ വളയുകയാണ്. ഡസ്റ്റിനെ അടിച്ചൊതുക്കാനായി അവർ അവരുടെ കയ്യിലുള്ള
ആ ബാറ്റനും പുറത്തെടുത്തു. അത് ഒരു ഇലക്ട്രിക് ബാറ്റനാണ്. അതുകൊണ്ട് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കാർഡടിച്ചു പോലെ തോന്നും. സെക്യൂരിറ്റി ഗാർഡുകളുടെ കയ്യിലേക്ക് ആ ബാറ്റനാണ് ഇരിക്കുന്നത്. ആ നിമിഷത്തിലാണ് പെട്ടെന്ന് ഫാക്ടറിക്കുള്ളിൽ നിന്ന് ഒരാൾ അകത്തേക്ക് വന്നത്. അയാള് ആ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് വിതരണം നടക്കുന്ന ഹാളിലേക്ക് പോകാൻ വേണ്ടിയാണ് വരുന്നത്. എന്താ ഇവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ മനുഷ്യൻ വന്നത്. ശരിക്കും പൊക്കമുള്ള നല്ല ഗാംഭീര്യമുള്ള ഒരു വ്യക്തിയാണ് അങ്ങോട്ട് വന്നത്. മാർക്ക് വന്ന ആളെ അഭിസംബോധന ചെയ്തു. സർ ക്ലമന്റ്, ഇയാള് ഇവിടെ അതിക്രമിച്ച് കയറിയായിരുന്നു. ആരാ അതിക്രമിച്ച് കയറിയത്? ക്ലമന്റിന്റെ ചോദ്യം കേട്ടതും മാർക്ക് ഡസ്റ്റിനെ ചൂണ്ടിക്കാണിച്ചു. ഡസ്റ്റിനും വന്ന ആഗതനെ ശ്രദ്ധിക്കുകയാണ്. ആഗതൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ആരാ നീ, എന്താ പ്രശ്നം? മിസ്റ്റർ ക്ലമന്റ്, ഇവിടെ ഒരു അതിക്രമം നടന്നിരിക്കുകയാണ്. ഈ മാർക്കും ഈ നിൽക്കുന്ന ആളുകൾ ചേർന്ന് ഒരു കള്ളക്കച്ചവടം ഇവിടെ നടക്കുകയാണ്. കള്ളക്കച്ചവടം? അതെ അതെ, നശിപ്പിക്കാനായി ഏൽപ്പിച്ച ഇമ്മോർട്ടൽ പാക്കറ്റുകൾ ഒറിജിനൽ പാക്കറ്റുകളുമായി കലർത്തി വിൽക്കാനുള്ള ഒരു പരിപാടിയാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. ഡസ്റ്റിൻ താൻ അറിഞ്ഞ കാര്യം ഭംഗിയായിട്ട് ക്ലമന്റിനോട് പറഞ്ഞു. അത് കേട്ടതും ക്ലമന്റ് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവൂ? അയാൾ അങ്ങനെ ചോദിച്ചപ്പോ മാർക്കാണ് അതിന് മറുപടി പറഞ്ഞത്. മിസ്റ്റർ ഡസ്റ്റിൻ, ഇതാണ് ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ക്ലമന്റ്. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന് ഒത്തിരി വൈസ് പ്രസിഡന്റുമാരുണ്ട്. വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് അവിടെ നിൽക്കുന്ന ക്ലമന്റ്. ഏകദേശം ഒരു 50 വയസ്സോളം പ്രായമുള്ള ക്ലമന്റ് നല്ല പൊക്കമുള്ള ഒരു ഒത്ത ശരീരമുള്ള വ്യക്തിയാണ്. അയാൾ മാർക്ക് പറഞ്ഞത് കേട്ടതും ഡസ്റ്റിനോട് പറഞ്ഞു, നോക്ക്, ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അല്ല, ഞാൻ കണ്ടതാണ്. മിസ് ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിട്ടില്ലെന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഈ ഫാക്ടറിയിലേക്ക് അതിക്രമിച്ച കയറി ഇവിടെ നിന്ന് ഞങ്ങൾ നശിപ്പിക്കാൻ വെച്ചിരുന്ന ഇമോർട്ടലിന്റെ പാക്കറ്റുകൾ മോഷ്ടിച്ചു എന്നുള്ളത് ഇപ്പോൾ ഉറപ്പാണ്. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ വൈസ് പ്രസിഡന്റ് ക്ലമന്റ് ആ വാചകം പറഞ്ഞതും മാർക്കിന്റെ മുഖം അങ്ങ് പ്രകാശിച്ചു. മാർക്ക് ഉറക്കെ ഡസ്റ്റ് നോക്കി പറഞ്ഞു, അതെ അതെ, ഇവൻ പാക്കറ്റുകൾ മോഷ്ടിക്കുമ്പോൾ ഞാൻ ഇവനെ പിടികൂടിയതാണ്. മാർക്കും ക്ലമന്റും പറഞ്ഞ കഥ കേട്ട മാറ്റ്ലാനിയും ജൂലിയും ഉടൻ കൂടെ പറഞ്ഞു, അതെ അതെ, ഞങ്ങൾ കണ്ടതാണ്. ഇവൻ ഈ പാക്കറ്റുമായി വരുമ്പോൾ മാർക്ക് കയറി പിടിച്ചതാണ് പ്രശ്നമായത്. ഡസ്റ്റിൻ റയസ് ഫാക്ടറിയിൽ നശിപ്പിക്കാൻ വെച്ചിരുന്ന ഇമോർട്ടനോൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് കണ്ട മാർക്ക് ഡസ്റ്റിനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഡസ്റ്റിൻ പ്രശ്നമുണ്ടാക്കിയതാണെന്ന് ഒരു കഥ അവിടെ ഉണ്ടാവുകയാണ്. സാക്ഷികളുമുണ്ട്, മാറ്റ്ലാനിയും അതുപോലെ ജൂലി അംബേഴ്സൺ. തീരുമാനമെടുക്കേണ്ട ആള് വൈസ് പ്രസിഡന്റ് ക്ലമന്റ് ആണ്. ക്ലമന്റിന് ആ കാര്യം പൂർണ്ണമായും ഉറപ്പായിരിക്കും. കഥ അവിടെ എത്തിയതും ഡസ്റ്റിൻ ഫോണിലെടുത്തു. ഡസ്റ്റിൻ ഫോണിൽ ഒരു നമ്പർ റിംഗ് ചെയ്തിട്ട് മാറി നിന്ന് ഫോണിലൂടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഡസ്റ്റിൻ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഡസ്റ്റിന് വളഞ്ഞു നിൽക്കുകയാണ് സെക്യൂരിറ്റി ഗാർഡുകൾ. ആ സെക്യൂരിറ്റി ഗാർഡുകളെ കടന്ന് ഡസ്റ്റിന് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഡസ്റ്റിൻ ഫോണിൽ സംസാരിക്കുന്ന കണ്ടിട്ടും ക്ലമന്റോ മാർക്കോ അതിൽ ഇടപെടാത്തത്. ഫോണിൽ സംസാരിക്കുന്ന ഡസ്റ്റിൻ നോക്കി ക്ലമന്റ് പറഞ്ഞു, നീ സപ്പോർട്ടിന് ആരെ വിളിച്ചാലും ഒരു കാര്യവുമില്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ഫോൺ കട്ട് ചെയ്ത ഡസ്റ്റിൻ ക്ലമന്റിനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞത് ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മിസ് നടാഷ ഹാർമൺ ആണെന്നാണ്. ഡസ്റ്റിന്റെ പറച്ചിൽ കേട്ടതും ക്ലമന്റ് ഒന്ന് ചിരിച്ചു. ഹലോ മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളുടെ CEO ആണ് നടാഷ ഹാർമൺ. നടാഷ ഹാർമൺ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ നടാഷ എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും എന്നോട് ചോദിക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ നടാഷ അത് ചെയ്യില്ല. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നതാണ് നിയമം. നടാഷ പോലും എന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. ക്ലമന്റ് അങ്ങനെ പറഞ്ഞതും ഡിസ്ട്രിബ്യൂട്ടർ ഹാളിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു കേട്ടു. മിസ്റ്റർ ക്ലമന്റ്, അതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സുന്ദരി അകത്തേക്ക് വരികയാണ്. വരുന്നത് സാക്ഷാൽ നടാഷ ഹാർമണാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഹാളിലെ ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്ന നടാഷയാണ് ഡസ്റ്റിൻ തൊട്ടുമുമ്പ് വിളിച്ചത്. ഡസ്റ്റിൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നടാഷയോട് ഫോണിൽ പറയുകയും ചെയ്തു. അത് കേട്ടുകൊണ്ടാണ് നടാഷ ആ സംഭവം നടക്കുന്ന പ്ലേസിലേക്ക് വന്നത്. നടാഷ അകത്തേക്ക് വരുമ്പോൾ നടാഷയുടെ പുറകെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. നടാഷയുടെ സെക്യൂരിറ്റി ഗാർഡുകളാണ് കൂടെ ഉള്ളത്. നടാഷയുടെ ചോദ്യം കേട്ടതും ക്ലമന്റ് ഒന്ന് ഞെട്ടി. ശരിക്കും ഒന്ന് ചമ്മിയെന്ന് പറയാം. അയാൾ നടാഷയോട് പറഞ്ഞു, മിസ് ഹാർമൺ, ഞാൻ അതല്ല ഉദ്ദേശിച്ച്. മിസ്റ്റർ ക്ലമന്റ്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? മിസ് ഹാർമൺ, ഈ മനുഷ്യൻ നമ്മുടെ ഇമോർട്ടനോൾ മറച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. മറച്ചു വെക്കാൻ ശ്രമിച്ചതോ നമ്മള് നശിപ്പിക്കാൻ വെച്ച ഇമോർട്ടോളിന്റെ പാക്കറ്റുകൾ. ആ പാക്കറ്റുകൾ എങ്ങാനും ഫീൽഡിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ഇമേജ് തകരില്ലായിരുന്നു. മിസ്റ്റർ മാർക്ക് കൈയോടെ ആ മനുഷ്യനെ പിടിച്ചു. ഡസ്റ്റിൻ റൈസിനെ ചൂണ്ടിയാണ് ക്ലമന്റ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ക്ലമന്റ് പറഞ്ഞു നിർത്തിയതും മാർക്കും ഉറക്കെ പറഞ്ഞു, അതെ മിസ് ഹാർമൺ. മാർക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങിയതും നടാഷ
മാർക്കിനെ കൈകൊണ്ട് തടുത്തിട്ട് മാർക്കിനോട് പറഞ്ഞു, എന്നു മുതലാ നീ എന്നോട് നേരിട്ട് സംസാരിച്ചു തുടങ്ങിയത്? ആ ഫാക്ടറിയിലെ അസിസ്റ്റന്റ് മാനേജറായ മാർക്കിന് സിഇഒ ആയ നടാഷയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദം ഇല്ല എന്നതാണ് സത്യം. ആ കാര്യം ഓർക്കാതെയാണ് അവൻ പെട്ടെന്ന് പറഞ്ഞു തുടങ്ങിയത്. അത് മനസ്സിലാക്കിയ ക്ലമന്റ് ഉടനെ നടാഷയോട് പറഞ്ഞു, സോറി മിസ് ഹാർമൺ, മാർക്കിന് അബദ്ധം പറ്റിയതാണ്. മിസ് ഹാർമൺ, ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ ഡസ്റ്റിനാണ് ഈ സാധനങ്ങൾ സ്റ്റോറിൽ നിന്ന് മോഷ്ടിച്ചത്. ആ സാധനങ്ങൾ ഇമോർട്ടോണിന്റെ ഒറിജിനൽ സാധനവുമായി മിക്സ് ചെയ്ത് വിൽക്കാനായിരുന്നു അയാളുടെ പണി. മാർക്ക് കൈയോടെ പിടികൂടിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ക്ലമന്റ് പറഞ്ഞു തീരുന്നവരെ നടാഷ ഒരക്ഷരം മിണ്ടിയില്ല. ക്ലമന്റ് പറഞ്ഞു കഴിഞ്ഞതും നടാഷ ക്ലമന്റിനെ നോക്കിയിട്ട് ക്ലമന്റിനോട് ചോദിച്ചു, മിസ്റ്റർ ക്ലമന്റ്, ഇത് ആരാന്നറിയാവോ? ഡസ്റ്റിൻ. അതെ, ഡസ്റ്റിൻ റയസ്. ഈ ഡസ്റ്റിൻ റയസ് ആണ് ഇമോർട്ടനോൾ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയതും ഈ മരുന്നുണ്ടാക്കിയതും. അക്കാര്യം നിങ്ങൾക്ക് അറിയാമോ? നടാഷ ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇമോർട്ടനോളിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയതും ആ മരുന്ന് ഉണ്ടാക്കിയതും ഡസ്റ്റിൻ റയാസ് ആണെന്നുള്ള കാര്യം അറിയാമോ എന്നാണ് ക്ലമന്റിനോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് വളരെ വലിയ അർത്ഥമുണ്ട്, ശരിക്കും വലിയ വ്യാപ്തിയുണ്ട്. ആ വ്യാപ്തി സ്വാഭാവികമായിട്ടും ഞെട്ടലിന്റെ രൂപത്തിൽ മാർക്കിലും അതുപോലെ ക്ലമന്റിലും പ്രതിഫലിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാം മിസ്റ്റർ റയസ് ആണ് ഡിസ്ട്രിബ്യൂട്ടർ ആരെന്ന് തീരുമാനിക്കുന്നത്. മിസ്റ്റർ റയസിനാണ് ഇമോർട്ടനോൾ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോജക്റ്റിന്റെ 50% ഷെയർ എന്നും അവർക്കറിയാം. ആ ഷെയറിന്റെ കാരണം തന്നെ മിസ്റ്റർ റയസ് ആ പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയത് കൊണ്ടും മരുന്ന് ഉണ്ടാക്കിയത് കൊണ്ടുമാണ്. അവർ കാണാതെ പോയ, അവരറിയാതെ പോയ മിസ്റ്റർ റയസ് ആണ് അവിടെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന ഡസ്റ്റിൽ നിന്ന് അപ്പോഴാണ് ക്ലമന്റിനും മാർക്കിനും മനസ്സിലായത്. അതേ ഞെട്ടൽ ജൂലിക്കും അതുപോലെ മാറ്റ്ലാനിക്കുമുണ്ട്. വെറും ഒരു ഡോക്ടറായ ഡസ്റ്റിൻ റയസ് ഒരു പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിരിക്കുന്നു. ആ പ്രിസ്ക്രിപ്ഷൻ ഇതാ സിൻഡനെ എടുത്തുമറിച്ച ഇമോർട്ടനോൾ മരുന്നായി മാറിയിരിക്കുന്നു. ഈ വിധി, ഈ പമ്പര വിധി, ഇതെങ്ങനെയാ ഈ പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയത്? അങ്ങനെ ചിന്തയാണ് ജൂലിയുടെയും അതുപോലെ മാറ്റിന്റെ മനസ്സിലുള്ളത്. പക്ഷെ ആ ചിന്ത വാക്കുകളായി പുറത്തേക്ക് വരാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ നടാഷ ക്ലമന്റിനോട് പറഞ്ഞു, മിസ്റ്റർ ക്ലമന്റ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? മിസ് ഹാർമൺ, ഇവിടെ തെറ്റുപറ്റിയത് മാർക്കിനാണ്. യഥാർത്ഥത്തിൽ ഡസ്റ്റിനാണ് മാർക്കിനെ പിടികൂടിയത്. ക്ലമന്റ് പെട്ടെന്ന് പ്ലേറ്റിംഗ് മാറ്റുകയാണ്. നശിപ്പിക്കാൻ വെച്ചിരുന്ന മരുന്നുമായി പുറത്തേക്ക് വന്നത് മാർക്കാണെന്നും മാർക്കിനെ പിടികൂടിയത് ഡസ്റ്റിനാണെന്നും നടാഷയോട് അയാൾ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. ഇതല്ലല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? നടാഷ അങ്ങനെ ചോദിച്ചതും ക്ലമന്റ് നടാഷയോട് പറഞ്ഞു, മിസ് ഹാർമൺ, എനിക്ക് തെറ്റുപറ്റി പോയതാണ്. ഈ മരുന്നിന്റെ സൃഷ്ടാവ് തന്നെ ഈ മരുന്ന് മോഷ്ടിക്കില്ലല്ലോ. മാർക്കിന് നമുക്കൊരു വാണിംഗ് കൊടുത്ത് ഒരു ശിക്ഷ കൊടുക്കാം. വാണിംഗ് കൊടുത്ത് ശിക്ഷ കൊടുക്കാവുന്നു. തെറ്റ് ഗുരുതരമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കിനെ പോലീസിൽ ഏൽപ്പിക്കേണ്ടി വരും. സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായതും മാർക്ക് കരഞ്ഞുകൊണ്ട് നടാഷയുടെ മുന്നിൽ മുട്ടുകുത്തുകയാണ്. മിസ് ഹാർമൺ, ക്ഷമിക്കണം, അറിയാതെ തെറ്റുപറ്റി പോയതാണ്. മാർക്ക്, എന്നോട് ക്ഷമ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കുറ്റം ചെയ്തത് ഡസ്റ്റിന് മുന്നിലാണ്. അത് കേട്ടതും അവൻ നിന്ന നെപ്പിൽ ഡസ്റ്റിന് നേരെ തിരിഞ്ഞു മുട്ടുകുത്തിക്കൊണ്ട് തന്നെ, മിസ്റ്റർ ഡസ്റ്റിൻ, സോറി, പ്ലീസ് ക്ഷമിക്കണം, അറിയാതെ തെറ്റുപറ്റിയതാണ്. ഡസ്റ്റിനോട് മാർക്ക് അങ്ങനെ പറഞ്ഞതും നടാഷ അവളുടെ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യും. കേൾക്കേണ്ട താമസം നടാഷയുടെ ബോഡി ഗാർഡുകൾ അപ്പൊ തന്നെ മാർക്കിനെ വിലങ്ങ് വെച്ചു. മാർക്കിനെ വിലങ്ങ് വെച്ചതും ക്ലമന്റ് നടാഷയോട് പറഞ്ഞു, മിസ് ഹാർമൺ, മാർക്കിനോട് ഒരു പ്രാവശ്യം ക്ഷമിച്ചൂടെ? ക്ലമന്റിന്റെ ചോദ്യത്തിന് മറ്റൊരു ഉത്തരമാണ് നടാഷ പറഞ്ഞത്. മാർക്കിനോട് മാത്രമല്ല മിസ്റ്റർ ക്ലമന്റ്, നിങ്ങളോടും ഞാൻ ക്ഷമിക്കില്ല. ഏയ് ബോഡി ഗാർഡ്സ്, ഇയാളെയും കൂടി അറസ്റ്റ് ചെയ്യും. മിസ് ഹാർമൺ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? മിസ്റ്റർ ക്ലമന്റ്, നിങ്ങള് നാടകമൊന്നും കളിക്കണ്ട. നിങ്ങൾ എന്താണ് ചെയ്തതെന്നും നിങ്ങൾ ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കൂടി അറിഞ്ഞാണ് ഈ കളികളൊക്കെ നടന്നിരിക്കുന്നത്. നിങ്ങൾ ഈ മോഷണത്തിന്റെ പ്രധാന വക്താവാണ്. മിസ് ഹാർമൺ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. എത്ര നാളുകളായി ഞാൻ കമ്പനിയിൽ പ്രവർത്തിക്കുന്നു അറിയാവോ? നിങ്ങൾ എത്ര നാളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ നശിപ്പിക്കാൻ വെച്ചിരുന്ന മരുന്ന് ഇത് പുറത്തു വിൽക്കാൻ ശ്രമിച്ചത് കൈയോടെ പിടികൂടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് വേറെ പരാതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽ നിങ്ങൾ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിലെ വൈസ് പ്രസിഡന്റ് അല്ല, നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. സിഇഒയും ഉടമയും കൂടിയായ നടാഷ ഹാർമൺ അങ്ങനെ പറഞ്ഞതും ശരിക്കും ക്ലമന്റും മാർക്കും വീട്ടിലാവുകയാണ്. ക്ലമന്റാണ് മാർക്കിന്റെ രക്ഷയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇതാ ക്ലമന്റ് കൂടി വീട്ടിലായിരിക്കുന്നത്.
സംഗതിയുടെ ഒരു ഏകദേശ ധാരണ മനസ്സിലായതും ക്ലെമന്റ് പെട്ടെന്ന് തറയിലേക്ക് മുട്ടുകുത്തുകയാണ്. നടാഷ അയാളോട് ക്ഷമിച്ചില്ലെങ്കിൽ അയാൾ ജയിലിലാകുന്ന ഏതാണ്ട് പൂർണ്ണ ഉറപ്പാണ്. ക്ലെമന്റും മാർക്കും കരഞ്ഞു പറഞ്ഞിട്ടും നടാഷ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ പോലീസ് ജീപ്പ് സ്ഥലത്തെത്തി. പോലീസ് വാഹനത്തിലേക്ക് ആ രണ്ടുപേരെയും ചുമന്ന് കയറ്റപ്പോ രണ്ടുപേരും ഉറക്കെ കരയുന്നുണ്ട്. നടാഷ പ്ലീസ്. ആദ്യമൊക്കെ കരഞ്ഞ ക്ലെമന്റ് കുറച്ചു കഴിഞ്ഞപ്പോ നടാഷ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങി. നടാഷ ഇതിന് നീ അനുഭവിക്കും. അങ്ങനെ അയാൾ ഉറക്കെ പറഞ്ഞതും പോലീസുകാർ അയാളെ പോലീസ് വാഹനത്തിനകത്തേക്ക് കയറ്റി. ഈ കാഴ്ച കണ്ട് നിശബ്ദയായി നിൽക്കുകയാണ് ജൂലി അംബേഴ്സണും മാറ്റ് ലാനിയും. ജൂലി അംബേഴ്സൺ മാറ്റ് ലാനിയെ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് മാർക്കുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. മാർക്ക് അവളുടെ അടുപ്പക്കാരനാണ്. ആ മാർക്കാണ് ഇപ്പൊ ഇതാ അകത്തായിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരം നിൽക്കുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വീണ്ടും അകത്തേക്ക് വന്നു. ആരാ ജൂലി അംബേഴ്സൺ? പോലീസിന്റെ ചോദ്യം കേട്ടതും ജൂലി അമ്പരപ്പോടെ പോലീസിന് ചോദിച്ചു, ഞാനാ, എന്തു പറ്റി? ആ, നീയാണ് ഈ സാധനങ്ങൾ മോഷ്ടിക്കാൻ മാർക്കിനെ പ്രേരിപ്പിച്ചതെന്ന് മാർക്ക് പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ജൂലിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് പോലീസ് അവളെയും കൂട്ടി പുറത്തേക്ക് കടന്നു. വിലങ്ങ് വെച്ച് അവളെ വാഹനത്തിൽ കയറ്റുന്ന കണ്ടതും മാറ്റ് ലാനി സാവധാനം ആൾക്കൂട്ടത്തിനിടയിലേക്ക് പതുക്കെ മുങ്ങി. ഡസൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാറ്റ് ലാനിയെ കാണാനില്ല. പോലീസ് വാഹനങ്ങൾ ക്ലെമന്റിനെയും മാർക്കിനെയും ജൂലി അംബേഴ്സനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് നീങ്ങുമ്പോൾ തൊട്ടു പുറകെ മറ്റൊരു കാറിൽ മാറ്റ് ലാനി പുറത്തേക്ക് ഇറങ്ങി. മാറ്റ് ലാനി നേരെ എത്തിയത് നിക്കോൾസൺ കുടുംബത്തിലാണ്. ജെയിംസും ഫ്ലോറൻസും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാറ്റ് ലാനി കടന്നു വന്നത്. അവിടെ എത്തിയുടെ മാറ്റ് ലാനി ഫ്ലോറൻസിനോട് പറഞ്ഞു, ആന്റി, ജൂലി പോലീസ് വിളിച്ചു. എന്തിന്? ആന്റി, ആ ഡസ്റ്റിനെ ചതിച്ചത്. ഡസ്റ്റിൻ ചതിച്ചെന്നോ? ഡസ്റ്റിൻ എങ്ങനെ ജൂലി ചതിച്ചു? ആന്റി, അവിടെ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആകാനുള്ള അപേക്ഷ കൊടുക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഡസ്റ്റിൻ ഒരു കള്ളക്കളി കളിച്ച് ജൂലി പിടിപ്പിച്ചതാണ്. ഡസ്റ്റിൻ കള്ളക്കളി കളിച്ച് ജൂലി പിടിപ്പിച്ചെന്നോ? അവൻ എന്തിനിത് ചെയ്തു? ഫ്ലോറൻസും ജെയിംസും ശരിക്കും ദേഷ്യം കൊണ്ട് ഉറക്കുകയാണ്. ആന്റി, ജൂലി ഇറക്കണ്ടേ? അതെ മാറ്റ്, ജൂലി ഇറക്കണം. മാറ്റ് വിചാരിച്ചാൽ ജൂലി ഇറക്കാൻ പറ്റൂ? അതെ ആന്റി, ഞാൻ ജൂലി ഇറക്കാം, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ വേണം. മാറ്റ് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആന്റി, ആ ഡസ്റ്റിന്റെ കയ്യിൽ ഒരു മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇമ്മോർട്ടനോൾ എന്ന് പറയുന്ന മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷനാണ്. ആന്റി അത് വാങ്ങിച്ചു നൽകിയാൽ ഞാൻ അച്ഛന് ആ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാൽ അച്ഛൻ ഉറപ്പായും ജൂലി പോലീസ് സ്റ്റേഷനിൽ ഇറക്കിപ്പിക്കും. പിന്നെ ആന്റി പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചു തന്നാൽ അച്ഛൻ ആന്റിക്കൊരു സമ്മാനം തരും. ആന്റിക്ക് ഒരു $30,000 സമ്മാനം കിട്ടും. ഒരു മരുന്നിന്റെ കുറിപ്പടി വാങ്ങിച്ചു കൊടുത്താൽ $30,000 കിട്ടുമെന്ന് കേട്ടപ്പോ ഫ്ലോറൻസിന്റെയും ജെയിംസിന്റെയും കണ്ണങ്ങ് തിളങ്ങി. അത് കൊള്ളാലോ. ഡസ്റ്റിനെ പോയി കണ്ട് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനൊപ്പം ഡസ്റ്റിനിട്ട് 2 പൊട്ടിക്കുകയും വേണം. ജൂലി അംബേഴ്സിനെ കള്ളക്കേസിൽ കുടുക്കി പോലീസിലാക്കിയ ഡസ്റ്റിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഡസ്റ്റിനെ കാണാനായി ഫ്ലോറൻസും ജെയിംസും ഉടൻ തന്നെ പുറത്തിറങ്ങി. ഫ്ലോറൻസും ജെയിംസും ഡസ്റ്റിനെ കാണാൻ പോകുന്നതിനായി കുറച്ച് ഗുണ്ടകളെ അറേഞ്ച് ചെയ്യുകയാണ്. ഈ സമയത്താണ് ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്ന് ഡസ്റ്റിൻ പീസ് സെന്ററിൽ മടങ്ങിയെത്തിയത്. കാർ ഒതുക്കിയിട്ട് വീടിനകത്തേക്ക് കടക്കുന്ന ഡസ്റ്റിൻ ആ വീടിന്റെ അകം കണ്ട് ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. പീസ് മെഡിക്കൽ സെന്ററിൽ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിരിപ്പുണ്ട്. അവിടെയുള്ള എല്ലാ ഫർണിച്ചറും തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഡസ്റ്റിൻ അമ്പരപ്പോടുകൂടി ആ ടേബിളുകളിലും കസേരയിലേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് കടന്നു വന്നു. അവള് ഡസ്റ്റിനെ കണ്ടതും സന്തോഷത്തോടെ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ റയസ്. അതെ, ഞാനാ റയസ്. ആരാ നീ? മിസ്റ്റർ റയസ്, ഞാനാ കാറ്റ്ലിൻ. മിസ് ഹാർമൺ പറഞ്ഞിട്ട് വന്നതാണ്. നടാഷ ഹാർമൺ ഒരാളെ ഗ്രിഗറിക്ക് സഹായത്തിന് അയക്കാമെന്ന് തലേദിവസം രാത്രി ഡസ്റ്റിനോട് പറഞ്ഞിരുന്നതാണ്. നടാഷ പറഞ്ഞുവിട്ട വ്യക്തിയാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ആ കാര്യം മനസ്സിലായതും ഡസ്റ്റിൻ ആ പെൺകുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ഡസ്റ്റിൻ അമ്പരപ്പോട് അവളോട് സൂചിച്ചു, നിനക്ക് എത്ര വയസ്സായി? മിസ്റ്റർ റയസ്, എനിക്ക് 18 കഴിഞ്ഞു. 18 വയസ്സായിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയെ അവിടെ ജോലിക്ക് വെക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടുകൂടിയാണ് അവൾ 18 കഴിഞ്ഞെന്ന് കൃത്യമായിട്ടും ഡസ്റ്റിനോട് പറഞ്ഞത്. ഏയ്, നിന്നെ കണ്ടിട്ട് വലിയ പ്രായമൊന്നും തോന്നുന്നില്ല, നീ ശരിയാവില്ല. ഡസ്റ്റിന് അത് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് തറയിൽ മുട്ടുകുത്തുകയാണ്. അവളുടെ കണ്ണിന് ധാരധാരി ഒഴുകി തുടങ്ങി. അവൾ ശരിക്കും കരയുകയാണ്. മിസ്റ്റർ റയസ്, പ്ലീസ് എന്നെ പറഞ്ഞു വിടരുത്. ഒരു കൊച്ചു പെൺകുട്ടി ഡസ്റ്റിന് മുന്നിൽ മുട്ടുകുത്തി കരഞ്ഞു തുടങ്ങിയപ്പോ ഡസ്റ്റിൻ ഏതാണ്ട് വല്ലാണ്ടായതുപോലെയായി. ഡസ്റ്റിൻ പെട്ടെന്ന് അവളെ പിടിച്ചടിപ്പിച്ചു. ഏയ്, നീ എന്തിനാ കരയുന്ന? ഏതാ സംഭവം? മിസ്റ്റർ റയസ്, പ്ലീസ് എന്നെ പറഞ്ഞു വിടരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു വിടില്ല.
നിനക്കിങ്ങനെ നടാഷയുമായി ബന്ധം? മിസ്റ്റർ ഐസ്, ഞാൻ ഒരു അനാഥയാണ്. എന്നെ സഹായിച്ചത് മിസ് ഹാർമണാണ്. റോഡിൽ അലഞ്ഞു തിരിയായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടുമുട്ടിയ നടാഷ ഹാർമൺ അവളെ കൂടെ കൂട്ടുകയും അവളെ സഹായിക്കുകയും ചെയ്ത കഥയാണ് കാറ്റ്ലിൻ ഡസ്റ്റിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മിസ് ഹാർമണോട് അവൾക്ക് ശരിക്കും ഇഷ്ടവും ബഹുമാനമൊക്കെയാണ്. അവൾക്ക് 18 വയസ്സായപ്പോ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് അവൾ മിസ് ഹാർമണോട് പറഞ്ഞപ്പോ നടാഷയാണ് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കഥകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാണ്. കാര്യങ്ങൾ കേട്ടപ്പോ ഡസ്റ്റിൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്തറിയാം? മിസ്റ്റർ ഐസ്, എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. ഞാൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അടുക്കി ചിക്കിട്ട് വെക്കും. ഞാൻ കൃഷിയൊക്കെ ചെയ്യും. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകും. ഞാൻ തുടക്കുകയൊക്കെ ചെയ്യും. എന്തും ഞാൻ ചെയ്യാം. എന്നെ പറഞ്ഞു വിടാതിരുന്നാ മതി. ഒരു കൊച്ചു പെൺകുട്ടി അവൾക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലമെന്ന് നടാഷ പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഡസ്റ്റിനൊപ്പം കൂടിയിരിക്കുന്നത്. ഡസ്റ്റിനും ഗ്രിഗറി ജോൺസുമുള്ള ആ സ്ഥലത്ത് അവൾ സുരക്ഷിതയാണെന്ന് നടാഷ അവളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും അവിടെ നിൽക്കണമെന്ന് അവൾ ആഗ്രഹിച്ചത്. ഓക്കെ കാറ്റ്ലിൻ, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്നോ. അത് കേട്ടപ്പോ കാറ്റ്ലിന്റെ മുഖം സന്തോഷം കൊണ്ട് അങ്ങനെ വിരിഞ്ഞു വരികയാണ്. അവൾ സന്തോഷത്തോടു കൂടി ഡസ്റ്റിന്റെ മുഖത്ത് നോക്കുമ്പോ 1-2 വാഹനങ്ങൾ പീസ് മെഡിക്കൽ സെന്ററിന്റെ ആ വാതിൽക്കൽ സ്റ്റോപ്പ് ചെയ്ത് ശബ്ദം കേട്ടു. വാഹനത്തിൽ നിന്ന് അനവധി ആളുകൾ ഓടി അകത്തേക്ക് വരികയാണ്. മുന്നിൽ വരുന്നത് സാക്ഷാൽ ഫ്ലോറൻസ് ആണ്. ഫ്ലോറൻസും തൊട്ടുപുറകെ ജെയിംസും ഉണ്ട്. വേറെയും കുറച്ച് ആളുകളുണ്ട്. അകത്തേക്ക് ഓടിക്കേറി വന്ന ഫ്ലോറൻസ് ഡസ്റ്റിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, എടാ, നീ ജൂലി ജയിലിലാക്കിയല്ലേ? നീ ജൂലിക്കെതിരെ കള്ളക്കേസ് കൊടുത്തല്ലേ? ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഫ്ലോറൻസിന്റെ നാവിതിങ്ങനെ ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ജെയിംസും അകത്തേക്ക് വന്നിട്ടുണ്ട്. ഫ്ലോറൻസിന്റെ ചോദ്യങ്ങൾ കേട്ടതും ഡസ്റ്റിൻ ഫ്ലോറൻസിനോട് പറഞ്ഞു, ഞാൻ ജൂലിയെ ജയിലിലൊന്നും ആക്കിയിട്ടില്ല. എടാ, മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയുന്നു. നീ കള്ളക്കേസിൽ ജൂലി അകത്താക്കി കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഇപ്പോ എനിക്ക് അത് തരണം. എന്ത് തരണമെന്ന്? നീ ആ മരുന്നിന്റെ കുറിപ്പടി തരണം. ഫ്ലോറൻസ് അത് പറഞ്ഞതും ജെയിംസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഇമ്പോർട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ നീ ഇപ്പൊ എഴുതി തരണം. ആ പ്രിസ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് നൽകിയാലേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. മിസ്റ്റർ ജെയിംസ്, എന്റെ കയ്യില് അതില്ല. ഞങ്ങളോട് കളിക്കണ്ട. ആ കുറിപ്പടി എഴുതി തരാനാണ് ഞാൻ പറഞ്ഞത്. ജെയിംസ്, ആ കുറിപ്പടി അങ്ങനെ തരാൻ പറ്റില്ല. ആ പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി ഒരാൾക്ക് കൊടുത്തതാണ്. നീ ഒരാൾക്ക് കൊടുത്തതല്ലേ ഉള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടെ എഴുതാലോ. ഏയ്, അതൊന്നും പറ്റത്തില്ല. ഞാനത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും അത് തരാൻ പറ്റില്ല. ഏയ് ഡസ്റ്റിൻ, നീ ആ കുറിപ്പടി എഴുതുന്നോ അതോ നിനക്കൂടെ എഴുതിപ്പിക്കണോ? അങ്ങനെ ഫ്ലോറൻസ് ചോദിച്ചതും ജെയിംസിന്റെ പുറകിക്കുന്ന ഗുണ്ടകൾ മുന്നോട്ട് വന്നു. ഗുണ്ടകൾ മുന്നോട്ട് വരുന്ന കണ്ടതും കാറ്റ്ലിൻ പെട്ടെന്ന് ഡസ്റ്റിന് മുന്നിലേക്ക് കയറി. ഏയ് മിസ്റ്റർ ഐസിനെ തുടരുത്. ഒരു കൊച്ചു പെൺകുട്ടിയാണ് കാറ്റ്ലിൻ. കാറ്റ്ലിൻ ഡസ്റ്റിന് മുന്നിൽ കയറി നിന്ന് അങ്ങനെ പറഞ്ഞതും ജെയിംസ് കൈ നിവർത്തി ഒരു ഒറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായ ആ അടിയേറ്റ് കാറ്റ്ലിൻ താഴെ വീണു. 18 വയസ്സുണ്ടെന്ന് കാറ്റ്ലിൻ പറയുന്നുണ്ടെങ്കിലും കണ്ടാൽ അത്ര പ്രായമൊന്നും തോന്നത്തില്ല. ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് അടിയേറ്റ് താഴെ വീണത്. ജെയിംസിന്റെ അടിയേറ്റ് കാറ്റ്ലിൻ താഴെ വീണ കണ്ടതും ഡസ്റ്റിന്റെ കണ്ണിൽ നിന്ന് ഏതാണ്ട് തീപ്പൊരി പറക്കുകയാണ്. താഴെ വീണ കാറ്റ്ലിനെ നോക്കി തല ഉയർത്തി ജെയിംസ് പെട്ടെന്ന് പുറകോട്ട് തെറിച്ചു. ഡസ്റ്റിൻ കാല് നിവർത്തി ഒരൊറ്റ ചവിട്ടിയതാണ്. ജെയിംസിന്റെ വയറ്റിലേക്ക് കാല് നിവർത്തി ഡസ്റ്റിൻ ചവിട്ടിയതും ആ ചവിട്ടിന്റെ ശക്തിയിൽ പുറകോട്ട് തെറിച്ച ജെയിംസ് ഇടിച്ച് 2-3 ഗുണ്ടകൾ താഴെ വീണു. ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ജെയിംസ് ഗുണ്ടകളുടെ പുറത്തേക്ക് തെറിച്ചു വീണതും ജെയിംസും ഗുണ്ടകൾ കൂടി താഴേക്ക് വീണു. ഈ കാഴ്ച കണ്ട ഫ്ലോറൻസ് ഉറക്കെ ഡസ്റ്റിനോട് അലറി. ഫ്ലോറൻസ് ഡസ്റ്റിനെതിരെ അലറുമ്പോഴേക്കും ഡസ്റ്റിൻ ജെയിംസിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. തറയിൽ വീണ് കിടക്കുന്ന ജെയിംസിന്റെ കോളറിൽ തൂക്കി ഡസ്റ്റിൻ പൊക്കിയെടുത്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജെയിംസിന് മനസ്സിലാക്കി മുമ്പ് ഡസ്റ്റിന്റെ കൈ ജെയിംസിന്റെ കവിളിൽ പതിച്ചു. പടക്കം പൊട്ടുമ്പോഴുള്ള ആ അടി ഫ്ലോറൻസ് കൃത്യമായി കണ്ടു. ഇതാ അവരുടെ മകനെ ഡസ്റ്റിൻ റൈസ് പട്ടിയെ തല്ലിമൂലം തല്ലുകയാണ്. ഒരു അടി കൊണ്ട് ഡസ്റ്റിൻ നിർത്തിയില്ല. ജെയിംസിന്റെ കവിളിൽ ആഞ്ഞടിച്ചതിന് ശേഷം ഡസ്റ്റിൻ കാറ്റ്ലിനോട് ചോദിച്ചു, കാറ്റ്ലിൻ, നിന്നെ തല്ലിയത് ഇവനാണ്. നീ ഇവനെ തിരിച്ചു ചെല്ലുന്നു. ഡസ്റ്റിൻ റൈസിനെയും ജെയിംസിനെയും കൂടെയുള്ളവരും നോക്കിയിട്ട് കാറ്റ്ലിൻ ഒന്ന് പതുക്കി നിന്നു. അവൾക്ക് ജെയിംസിനെ തല്ലാനുള്ള ഒരു ശക്തിയില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ല. അത് മനസ്സിലാക്കിയ ഡസ്റ്റിൻ വീണ്ടും കൈ ഉയർത്തി ജെയിംസിന് 2 തല്ലൂടെ കൊടുത്തു. വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നു. അടിയേറ്റ് വായൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുണ്ടകൾക്ക് അധികം സമയമൊന്നും ഡസ്റ്റിനോട് പിടിച്ചേക്കാൻ പറ്റിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോ ആ 1/2 ഡസൻ ഗുണ്ടകളും താഴെ വീണ് കിടപ്പെട്ടു. ഫ്ലോറൻസ് വീണ്ടും ജെയിംസിനെ ഡസ്റ്റിൻ തല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയതും മുന്നോട്ട് കുതിച്ചു. ഡസ്റ്റിനെ അടിക്കാനാണ് മുന്നോട്ട് കുതിച്ചത്. കഷ്ടകാലത്തിന് അവര് കാല് തന്നെ താഴേക്ക് വീണു.
മൂടിടിച്ച് താഴെ വീണത്. ഇപ്പോ ഫ്ലോറൻസും തറയെ കിടക്കുകയാണ്, ജെയിംസും തറയെ കിടക്കുകയാണ്, ഗുണ്ടകളും തറയെ കിടക്കുകയാണ്. തറയെ കിടക്കുന്ന ആളുകളെ നോക്കി ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ കൈയും കല്ലും ഞാൻ തല്ലി ഓടിക്കും. കേൾക്കേണ്ട താമസം ആ ടീം ഒരു പരുവത്തിൽ അവിടെ നേടിയിട്ട് പുറത്തേക്ക് ഓടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ജെയിംസും ഫ്ലോറൻസും പരിക്കുകളോടുകൂടി നിക്കോൾസൺ കുടുംബത്തിൽ മടങ്ങിയെത്തി. മാറ്റ് ലാനി അവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. മുറിയിലേക്ക് കടന്നു വന്ന ഫ്ലോറൻസിനെയും ജെയിംസിനെയും കണ്ട മാറ്റ് ലാനി അമ്പരന്ന് പോവാണ്. ആന്റി എന്തു പറ്റി? മാറ്റ്, ആ ഡസ്റ്റ് എന്നെ തല്ലി. അതെ മാറ്റ്, ആ ഡസ്റ്റ് എന്നെയും തല്ലി. ഫ്ലോറൻസിന് തല്ലി കിട്ടിയ പാടൊന്നുമില്ല, പക്ഷെ അവർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. അവർ മൂടിടിച്ച് വീണതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ജെയിംസിന്റെ മുഖത്ത് നല്ല പാടുണ്ട്. ആന്റി കൃത്യമായി ജെയിംസിന് കിട്ടിയിരിക്കുകയാണ്. അവന്റെ വയറ്റിൽ ചവിട്ടേറ്റ പാടുമുണ്ട്. ഡസ്റ്റിൻ ആഞ്ഞൊന്ന് ചവിട്ടിയതാണ്. പക്ഷെ ആ ചവിട്ടിയപ്പോഴും ഡസ്റ്റിൻ ശരിക്കും ശ്രദ്ധിച്ചിരുന്നത് വ്യക്തമാണ്. ഇല്ലെങ്കിൽ ജെയിംസ് എണീക്കുമായിരുന്നില്ല. പക്ഷെ ജെയിംസിന് ആ കാര്യം അറിയത്തില്ല. ജെയിംസ് മുടന്നു മുടന്ന് ഒരു കസേര വന്നിരുന്നു. ഇമ്മോർട്ടനോൾ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോ മാറ്റ് ലാനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ സമയത്താണ് ഡാലിയ നിക്കോൾസൺ അങ്ങോട്ട് കടന്നു വരുന്നത്. ജെയിംസ് അവിടെയുള്ള ഒരു സോഫ കിടക്കുകയാണ്. മാറ്റ് ലാനി അടുത്തുണ്ട്. സോഫ കിടക്കുന്ന ജെയിംസിനെ നോക്കി അകത്തേക്ക് വന്ന ഡാലിയ മാറ്റ് ലാനിയോട് ചോദിച്ചു, എന്തു പറ്റി? ഏയ് ഡാലിയ, നിന്റെ അനുജൻ ജെയിംസ് തല്ലുകൊണ്ടൊന്ന് കിടക്കുകയാണ്. ജെയിംസിന് ആരാ തല്ലിയത്? ഡാലിയ, എന്നെ തല്ലിയത് ഡസ്റ്റിനാണ്. ഡസ്റ്റിൻ എന്താ നിന്നെ തല്ലിയത്? ഡാലിയ, ഡസ്റ്റിൻ എന്നെ മാത്രമല്ല തല്ലിയത്, പിന്നെ ഡാലിയ നീ അകത്ത് കയറി നോക്ക്. ജെയിംസ് അങ്ങനെ പറഞ്ഞിട്ട് നോക്കിയത് ഫ്ലോറൻസിന്റെ മുറിയുടെ നേരെയാണ്. അത് കണ്ടതും ഡാലിയ ഫ്ലോറൻസിന്റെ മുറിയിലേക്ക് കയറി. അവിടെ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ് ഫ്ലോറൻസ്. അമ്മ എന്തു പറ്റി? ഡാലിയ, അവനെന്നെ തല്ലി. ആര്? ആ ഡസ്റ്റിൻ. പിന്നെ അല്ലാതെ ആര്? ഡസ്റ്റിൻ എന്നെയും ജെയിംസിനും മാറി മാറി തല്ലി. അമ്മ, ഡസ്റ്റിൻ എന്തിനാ നിങ്ങളെ തല്ലുന്നത്? ആ ജൂലിയെ അവൻ കള്ളക്കേസിൽ കുടുക്കി. ആ ചോദിക്കാൻ ചെന്നതിനാണ് ഞങ്ങളെ തല്ലിയത്. ജൂലിയെ കള്ളക്കേസിൽ കുടിക്കുന്നു. ഡസ്റ്റിൻ എന്തിനാ ജൂലിയെ കള്ളക്കേസിൽ കൊടുക്കണം? അങ്ങനെ ഡാലിയ ചോദിച്ചതും ജെയിംസും മാറ്റ് ലാനിയും കൂടി ആ മുറിയിലേക്ക് വന്നു. ഫ്ലോറൻസ് ആ കിടക്കുകയാണ്. ജെയിംസ് മാറ്റ് ലാനിയുടെ സഹായത്താൽ ഞൊണ്ടിയാണ് അകത്തേക്ക് വന്നത്. ശരിക്കും ഒരു ബുദ്ധിമുട്ട് നടക്കാൻ ജെയിംസിന് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലാണ് ജെയിംസ് അകത്തേക്ക് വന്നത്. ഡാലിയുടെ ചോദ്യത്തിന് മാറ്റ് ലാനിയാണ് ഉത്തരം പറഞ്ഞത്. ഡാലിയ, ഞാനും ജൂലിയും കൂടി ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിൽ ഡിസ്ട്രിബ്യൂട്ടർ ആകാനുള്ള അപേക്ഷ കൊടുക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഡസ്റ്റിൻ ഒരു കള്ളക്കേസിൽ ജൂലിയെ കുടുക്കി. പോലീസ് ജൂലിയെ കൊണ്ടുപോയി. പോലീസ് ജൂലിയെ കൊണ്ടുപോയെന്നു? അതെ, പോലീസ് ജൂലിയെ കൊണ്ടുപോയി. ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇടപെട്ട് ജൂലിയെ രക്ഷിക്കും. പക്ഷെ അച്ഛന് പകരം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ജൂലിയെ രക്ഷിക്കാൻ വേണ്ടി മാറ്റ് ലാനിയുടെ പിതാവ് ഫിലിപ്പ് ലാനി ഇടപെടാമെന്ന് സമ്മതിച്ച കാര്യം മാറ്റ് ലാനി ഡാലിയോടും ജെയിംസിനോടും ഫ്ലോറൻസിനോടും ഒക്കെ പറയുകയാണ്. പക്ഷെ തിരിച്ച് ഫിലിപ്പ് ലാനിക്ക് ഒരു സഹായം വേണം. എന്ത് സഹായം വേണ്ടത്? അത് ഡസ്റ്റിന്റെ കയ്യിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷനാണ്. ഡസ്റ്റിന്റെ കയ്യിലിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനോ? അതെ അതെ, ആ പ്രിസ്ക്രിപ്ഷൻ മാത്രം മതി ഡാഡിക്ക്. ജൂലി അംബേഴ്സിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായി ഡസ്റ്റിൻ റൈസിന്റെ കയ്യിലിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാനായി മാറ്റ് ലാനിയും ജെയിംസും ഫ്ലോറൻസും ഡാലിയോട് പറഞ്ഞപ്പോ ഡാലിയ ഫോൺ എടുത്ത് ഡസ്റ്റിനെ വിളിച്ചു. പീസ് മെഡിക്കൽ സെന്ററിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഡസ്റ്റിൻ റൈസ് ഡാലിയുടെ ഫോണാണല്ലോ എന്ന് കണ്ടപ്പോൾ ഫോൺ എടുത്തപ്പോൾ തന്നെ ഡാലിയ ചൂടായി ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്താ ഇത്? ഡാലിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസ്റ്റിൻ, എന്തിനാ ജൂലി അറസ്റ്റ് ചെയ്യിപ്പിച്ചത്? ജൂലിക്കെതിരെ എന്തിനാ കള്ളക്കേസ് കൊടുത്തത്? ജൂലിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു? ആര്? ഞാനത് ചെയ്തിട്ടില്ല. ഡസ്റ്റിൻ, വെറുതെ ഉരുണ്ട് കളിക്കണ്ട. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ജൂലിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. ചോദിക്കാൻ വന്ന ജെയിംസിനെ തല്ലി വീഴ്ത്തി, എന്റെ അമ്മയെ തല്ലി. നിന്റെ അമ്മയെ ഞാൻ തല്ലിയെന്നു എന്നവര് പറഞ്ഞു. അതെ, അമ്മ പറഞ്ഞു. ഡസ്റ്റിൻ, എനിക്ക് ഇപ്പൊ അത് വേണം. ഡാലി, നീ എന്ത് വേണമെന്നാ പറയുന്നേ? ഡസ്റ്റിൻ, ആ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വേണം, ഇമ്മോർട്ടലുള്ള പ്രിസ്ക്രിപ്ഷൻ. ഡാലി, അത് ഞാൻ വേറെ ഒക്കെ കൊടുത്തതാണ്. ഡസ്റ്റിൻ, നീ ആ നടാഷയ്ക്കല്ലേ ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തത്? അതെ, നടാഷയ്ക്കാണ് ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തത്. നടാഷ ചോദിച്ചപ്പോ ആ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിനക്കൊരു മടിയില്ല. ഞാൻ ചോദിച്ചപ്പോ തരാൻ ഒരു മടി. ഡാലിയ നിക്കോൾസന്റെ ചോദ്യം വളരെ വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ഒരേ പ്രിസ്ക്രിപ്ഷൻ നടാഷ ചോദിച്ചപ്പോ ഡസ്റ്റിൻ കൊടുത്തു, ഡാലി ചോദിച്ചപ്പോ കൊടുക്കാൻ വയ്യ. ആ കാര്യത്തിൽ ഊതിക്കൊണ്ട് ഡാലിയ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ഡസ്റ്റിൻ ഇത് അറിയാനൊന്നുമില്ല. ഡസ്റ്റിൻ എന്റെ അമ്മയും എന്റെ സഹോദരനെ തല്ലി വീഴ്ത്തി, ജൂലിയെ കള്ളക്കേസിൽ കുടുക്കി. പ്രിസ്ക്രിപ്ഷൻ ഞാൻ ചോദിച്ചപ്പോ തരാതെ നടാഷയ്ക്ക് കൊടുത്തു. ഇതല്ലേ സത്യം? ഡാലിയ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നിനക്കുള്ള പ്രശ്നം ഇതാണ്. നീ നിന്റെ അമ്മയും സഹോദരനും പറയുന്നത് അങ്ങ് വിശ്വസിക്കുകയാണ്.
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് നീ ഇതുവരെ എന്നോട് ചോദിച്ചില്ല. ഏയ് ഡസൻ, എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം വ്യക്തമാണ്, അമ്മയെ തല്ലി വീഴ്ത്തിയതും ഡസ്റ്റനാണ്, ജെയിംസിന് തല്ലി വീഴ്ത്തിയതും ഡസ്റ്റനാണ്, അതോടൊപ്പം ജൂലിയെ ജയിലിലാക്കിയതും ഡസ്റ്റനാണ്. ഇതൊക്കെ സത്യമായിരിക്കെ ഇനി എനിക്ക് ഇതിന് അപ്പുറത്തൊരു സത്യവും അറിയേണ്ട കാര്യമില്ല. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റൻ ഡാലിയോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് സത്യം അറിയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റൻ കട്ട് ചെയ്തു. പെട്ടെന്ന് ഡസ്റ്റൻ ഫോൺ കട്ടാക്കിയതും ഡാലിക്ക് ഒരു വിഷമം. ഡസ്റ്റൻ ശരിക്കും നന്നായിട്ട് ഡാലിയ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡസ്റ്റൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്. നമ്മൾ ശരിക്കും ഒരാളെ നന്നായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അങ്ങ് മതിയാക്കി പോയാല് നമ്മൾ ആ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആ ഊർജ്ജം അങ്ങ് പോകും. അതേ ഒരു ഫീലാണ് ഡാലിക്ക് തോന്നിയത്. ഡാലിയ നല്ല ഫയർ ചെയ്ത് വരികയായിരുന്നു. ഡസ്റ്റൻ പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിയപ്പോ ഡാലിക്ക് എന്തോ ഒരു ശൂന്യത. ഈ സമയത്താണ് ഡസ്റ്റൻ റൈസിന്റെ ഫോണിലേക്ക് ഒരു കോളൂടെ വരുന്നത്. കോൾ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹൗസ് ഓഫീസറാണ്. ഹലോ മിസ്റ്റർ ഡസ്റ്റൻ റൈസ്. അതെ, ഞാൻ ഡസ്റ്റൻ റൈസ് ആണ്. മിസ്റ്റർ ഡസ്റ്റൻ റൈസ്, നിങ്ങളുടെ കേസുമായി ഞങ്ങൾ അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ ജൂലി അംബേഴ്സനാണ്. അവർ പറയുന്നത് അവർ നിങ്ങളുടെ ബന്ധുവാണെന്നാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് വിളിച്ചത്. അത് കേട്ടതും ഡസ്റ്റൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഏയ്, അവർക്ക് ഈ കേസുമായി ബന്ധമൊന്നുമില്ല. ഡസ്റ്റന് മറുപടി കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ സർജൻ ഒലിവർ ഡസ്റ്റനോട് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ ഡസ്റ്റൻ, ഇപ്പൊ എനിക്ക് കഥ മനസ്സിലായി, ബാക്കി ഞാൻ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് സർജൻ ഒലിവർ ജൂലി അയാളുടെ അടുത്തേക്ക് വിളിച്ചു. കഥ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഫ്ലോറൻസിന്റെ അടുത്ത് ഡാലിയ നിക്കോൾസണും ജെയിംസും മാറ്റ് ലാനിയും കാര്യമായി ചർച്ച ചെയ്യുകയാണ്. മാറ്റ് ലാനിയുടെ പിതാവ് ഫിലിപ്പ് ലാനി ജൂലി അംബേഴ്സനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കാൻ വേണ്ടി കാര്യമായി ഇടപെടുമെന്ന് മാറ്റ് ലാനി ഡാലിയോട് പറഞ്ഞപ്പോൾ ഡാലിയയ്ക്കും ഫ്ലോറൻസിനും ജെയിംസിനും ഒക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. അവർ മാറ്റ് ലാനിയോട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസ് വാഹനം അവരുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കണ്ടത്. പോലീസ് വാഹനം നിർത്തിയ ശബ്ദം കേട്ട് ജെയിംസും മാറ്റ് ലാനിയും ഒക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് ഓടി വരികയാണ്. ഓടി വരുന്നത് സാക്ഷാൽ ജൂലി അംബേഴ്സനാണ്. ജൂലി ഓടി നേരെ ആ മുറിയിലേക്ക് വന്നു. ജൂലി അകത്തേക്ക് ഓടി വരുന്നത് കണ്ടതും അതുവരെ കിടക്കയായിരുന്ന ഫ്ലോറൻസ് ചാടി എണീറ്റ് ഓടിച്ചെന്ന് ജൂലി കെട്ടിപ്പിടിച്ചു. ഏയ് ജൂലി, നീ വന്നാ? നിന്നെ വിട്ടോ? ആന്റി, എന്നെ അവർ വെറുതെ വിട്ടു, എന്റെ പേരിൽ കേസൊന്നുമില്ല. ശരിക്കും സന്തോഷത്തിലാണ് ജൂലി അങ്ങനെ പറഞ്ഞത്. ഫ്ലോറൻസിന് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഫ്ലോറൻസ് ജൂലിയുമായി ആ മുറിയിൽ നിന്ന് നേരെ പുറത്തിറങ്ങി ഹാളിലേക്ക് ഇറങ്ങിയാണ്. മാറ്റ് ലാനിയും ജെയിംസും തൊട്ടുപുറകെ ഹാളിലേക്ക് ഇറങ്ങി. അവിടെ പുറകെ ഡാലിയ നിക്കോൾസൺ. ആ ടീം ഹാളിൽ അങ്ങ് നിൽക്കുമ്പോൾ ഫ്ലോറൻസ് മാറ്റ് ലാനിയുടെ നേരെ തിരിഞ്ഞ് മാറ്റ് ലാനിയോട് പറഞ്ഞു, ഏയ് മാറ്റ്, താങ്ക് യു, നിന്റെ അച്ഛൻ ഫിലിപ്സിനോട് പ്രത്യേകം നന്ദി പറയണം. മാറ്റ് ലാനിയോട് ഫ്ലോറൻസ് അങ്ങനെ പറയുമ്പോൾ മാറ്റ് ലാനി ഏതാണ്ട് അമ്പരം നിൽക്കുകയാണ്. അവന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒറ്റ കണ്ടീഷനിലാണ്. ഡസ്റ്റൻ റൈസിന്റെ കയ്യിൽ നിന്ന് ഇമോർട്ടനോളിന്റെ ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ജൂലിക്ക് വേണ്ടി സംസാരിക്കാമെന്നാണ് ഫിലിപ്പ് സമ്മതിച്ചിരിക്കുന്നത്. ഇതുവരെയും പ്രിസ്ക്രിപ്ഷൻ കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അവന്റെ അച്ഛൻ വിളിച്ചിട്ടുമില്ല. അക്കാര്യം മാറ്റ് ലാനിക്ക് അറിയാം. മാറ്റ് ലാനിയും ഫിലിപ്പും ചേർന്ന് കളിക്കുന്ന ആ ഗെയിമിൽ ഇതുവരെയും ഫിലിപ്പ് രംഗത്ത് വന്നിട്ടില്ല. ഇപ്പൊ ഇതാ ജൂലിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. അതിൽ ഫിലിപ്പിന് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം മാറ്റ് ലാനിക്ക് അറിയാം. പക്ഷേ ഡാലിയ നിക്കോൾസണും ഫ്ലോറൻസും ജെയിംസും കൂടി മാറ്റ് ഇങ്ങനെ അടിച്ചു പോഴ്ത്തുകയാണ്. മാറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജൂലിയെ അവിടെ നിന്ന് വിട്ടത്. പെട്ടെന്ന് ജെയിംസ് ജൂലിയോട് ചോദിച്ചു, ജൂലി, നീ എങ്ങനെയാ ഇറങ്ങിയത്? കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ജെയിംസ് അങ്ങനെ ചോദിച്ചത്. ജെയിംസിന്റെ ചോദ്യം കേട്ടതും ജൂലി ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ്, എന്നോട് ശരിക്കും ദേഷ്യത്തിലാണ് പോലീസ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇൻസ്പെക്ടർ ആരെയും ഫോണിൽ വിളിച്ചത്. അല്പസമയം കഴിഞ്ഞതും അദ്ദേഹം എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു. ഈ സമയത്ത് ജൂലിയെ അവിടെ ഇറക്കിയിട്ട് മുന്നോട്ട് പോയ പോലീസ് ജീപ്പ് ആ റോഡിന്റെ മറുഭാഗത്ത് നിർത്തി. പോലീസ് ജീപ്പിൽ നിന്ന് ഒരാള് ഇറങ്ങി അകത്തേക്ക് വന്നു. ഈ കാഴ്ച അകത്ത് നിൽക്കുന്ന ഫ്ലോറൻസും ജെയിംസും ഒക്കെ കാണുന്നുണ്ട്. അകത്തേക്ക് വരുന്ന ആഗതനെ കണ്ട എല്ലാവരും ഒന്ന് എണീറ്റു. വരുന്നത് സർജന്റ് ഒലിവറാണ്. അകത്തേക്ക് വരുന്ന ആളിന്റെ ഡ്രസ്സിലെ മുദ്രകൾ അയാൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് വിളിച്ചു പറയുന്നതാണ്. അകത്തേക്ക് വന്ന ഒലിവർ ജൂലിയുടെ അടുത്തേക്ക് വന്ന് ജൂലിയോട് പറഞ്ഞു, ഏയ് ജൂലി, മിസ്റ്റർ ഡസ്റ്റൻ റൈസ് നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ വെറുതെ വിട്ടത്. പക്ഷെ എന്നാലും നിന്റെ മേൽ ഞങ്ങളുടെ ഒരു നിരീക്ഷണം ഉണ്ടാവും. അടുത്ത 2-3 ആഴ്ച നീ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ മാത്രമേ കേസിൽ നിന്ന് പൂർണ്ണമായും നീ ഒഴിവാകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് സർജൻ ഒലിവർ തിരിയാൻ പോയപ്പോൾ ഡാലിയും ജെയിംസും ഫ്ലോറൻസും ഒക്കെ വളരെ ഞെട്ടലോടുകൂടി
ഒലിവർ മുഖത്തിന് നോക്കുകയാണ്. സാർ, അങ്ങ് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായില്ല. മിസ്റ്റർ ഫിലിപ്പ് ലാനിയെ വിളിച്ചത് കൊണ്ടല്ലേ അങ്ങ് ജൂലി വിട്ടത്? ഫിലിപ്പ് ലാനിയോ? ആരാത്? സർജൻ ഒലിവറുടെ ആ ചോദ്യം ശരിക്കും ഒരു ഞെട്ടൽ അവിടെ ഉണ്ടാക്കിയത്. സർ, ലാനി കുടുംബത്തിലെ ഫിലിപ്പ് ലാനി? ഏത് ലാനി കുടുംബം? എന്നെ ആരും വിളിച്ചില്ല. മിസ്റ്റർ ഡസ്റ്റൻ റയാസ് ജൂലിക്കെതിരെ കേസ് എടുക്കണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേസ് എടുക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴും അകത്തായിരുന്നനെ. അങ്ങനെ പറഞ്ഞിട്ട് ജൂലിയെ ഒന്ന് നോക്കിയിട്ട് സർജൻ ഒലിവർ പുറത്തേക്ക് നീങ്ങി. ഈ നിമിഷം വരെ നിശബ്ദയായി നിന്ന ഡാലിയ നിക്കോൾസൺ സർജൻ ഒലിവർ അദ്ദേഹത്തിനെ വാഹനത്തിലേക്ക് കയറി വാഹനം ആ വീടിന് മുന്നിൽ തിരിച്ചതും ഫ്ലോറൻസിന് നേരെ തിരിഞ്ഞു. അമ്മ എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഏയ്, ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ഡസ്റ്റനാണ് ജൂലിയെ രക്ഷിച്ചത്. ഞാൻ അറിഞ്ഞില്ല. ഡസൻ ജൂലി രക്ഷിച്ചതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. അമ്മ എന്നോട് പറഞ്ഞത് അമ്മയെ ഡസൻ തല്ലിയെന്നല്ലേ, അമ്മയ്ക്ക് എണീക്കാൻ വയ്യെന്നല്ലേ. അമ്മ ഇപ്പോ ആ ബെഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതും ഇവിടെ ഈ ഓടി നടക്കുന്നൊക്കെ ഞാൻ കണ്ടില്ലെന്നാണ് കരുതിയത്. തന്റെ കള്ളം ഇതാ പൊളിഞ്ഞിരിക്കുന്നു. ജൂലി വന്ന സന്തോഷത്തിൽ അതുവരെയുള്ള അഭിനയമൊക്കെ മറന്ന് കിടക്കിന്ന് എണീറ്റ് ഓടി ഇറങ്ങി വന്ന ഫ്ലോറൻസ് ഡാലിയുടെ മുന്നിൽ അവർ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഇടയ്ക്ക് വെച്ച് അവർ മറന്നുപോയതാണ്. കള്ളം പൊളിഞ്ഞപ്പോ ജെയിംസ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, പക്ഷെ എന്റെ പരിക്കൊക്കെ ഒറിജിനലാണ്. ഡാലിയ നിക്കോൾസൺ ശരിക്കും പെട്ടതുപോലെയായി. ഈ ടീം പറഞ്ഞത് കേട്ടാണ് അവൾ ഡസ്റ്റിനെ വിളിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. അവൾ എന്നൊക്കെ അവളുടെ അമ്മയും അനുജനെയും വിശ്വസിച്ചിട്ടുണ്ടോ അന്നൊക്കെ അവൾക്ക് അബദ്ധമേ പറ്റിയിട്ടുള്ളൂ. ഡസൻ റയസ് ആണ് ജൂലി അംബേഴ്സിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണമായെന്ന് കൂടി ഇപ്പോ മനസ്സിലായപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഡാലിയ കടക്കുകയാണ്. ഡാലിയ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മനസ്സുകൊണ്ട് ഡസ്റ്റിനോടൊപ്പം കൂടാനായി തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഇങ്ങനൊരു സാഹചര്യം വന്നിരിക്കുന്നത്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ഡാലിയ ഫ്ലോറൻസിനെയും ജെയിംസിനെയും കാര്യമായി ഫയർ ചെയ്തു. മാറ്റ് ലാനി ഒരു പരുവത്തിൽ അവിടുന്ന് മുങ്ങയായിരുന്നു. ഈ സംഭവം നിക്കോൾസൺ കുടുംബത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. വൈകുന്നേരം ഒരു 7 മണിയായപ്പോ പീസ് മെഡിക്കൽ സെന്ററിലേക്ക് ആ ബെന്റ്ലി കാർ വന്നു. നടാഷ ഹാർമൺ ആണ് എത്തിയിരിക്കുന്നത്. നടാഷ അകത്തേക്ക് വരുന്ന കണ്ടതും കാറ്റ്ലിൻ ഓടിച്ചെന്നു. മിസ് ഹാർമൺ, ശരിക്കും സന്തോഷത്തിലാണ് കാറ്റ്ലിൻ. കാറ്റ്ലിനെ കണ്ടതും ഹാർമൺ അവളുടെ കയ്യിലേക്ക് ഒരു ചെറിയ പെട്ടി വെച്ചു കൊടുത്തു. ആ പെട്ടി കൗതുകപൂർവ്വം തുറന്ന കാറ്റ്ലിൻ ശരിക്കും സന്തോഷത്തോടുകൂടി ആ പെട്ടിയിൽ നിന്ന് ഒരു പൂച്ചയെ പുറത്തെടുക്കുകയാണ്. അവളുടെ പ്രിയപ്പെട്ട പൂച്ചയെ അവൾ ഹാർമൺ കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ വിട്ടുപോയിരുന്നു. ആ പൂച്ചയുമായിട്ടാണ് നടാഷ ഹാർമൺ അങ്ങോട്ട് വന്നത്. പൂച്ചയെ കണ്ടപ്പോൾ കാറ്റ്ലിന് ശരിക്കും സന്തോഷം. കാറ്റ്ലിന്റെ സന്തോഷം കണ്ടപ്പോൾ ഡസ്റ്റിന് ഒത്തിരി സന്തോഷം. ഹേയ് കാറ്റ്ലിൻ, ഈ പൂച്ച നിന്റെ ഇഷ്ടപ്പെട്ട പൂച്ചയാണോ? മിസ്റ്റർ റയസ്, ഇവളാണ് എന്റെ കൂട്ടുകാരി. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാറ്റ്ലിൻ ആ പൂച്ചയുമായി അകത്തേക്ക് നീങ്ങുകയാണ്. അത് കണ്ടത് നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാനേ ഒരു കാര്യം പറയാനാ വന്നത്. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? നടാഷ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വാ, അതൊക്കെ ഉണ്ട്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടാഷ ഡസ്റ്റിനെ കൈ പിടിച്ച് പുറത്തേക്ക് അടക്കുകയാണ്. ശരിക്കും ഒരു സ്വാതന്ത്ര്യം ഡസ്റ്റിന്റെ കാര്യത്തിൽ നടാഷ എടുക്കുന്നുണ്ട്. ഡസ്റ്റിനെ കൈ പിടിച്ചുകൊണ്ട് നടാഷ പുറത്തേക്ക് പോകുമ്പോൾ ആ രംഗം കണ്ട കാറ്റ്ലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. നടാഷ ഡസ്റ്റിനെയും കൊണ്ട് എത്തിയത് ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിലാണ്. റെസ്റ്റോറന്റിലോട്ട് കിടക്കുമ്പോൾ ഡസ്റ്റിനോടായി നടാഷ പറഞ്ഞു, എന്റെ പരിചയത്തിലെ ഒരാളുണ്ട്, അയാൾക്കൊരു അസുഖമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അയാൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ടതാണ്. ആർക്കും അയാളുടെ അസുഖം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കേട്ടപ്പോ അയാളെ ഡസ്റ്റ് ഒന്ന് കണ്ടാൽ കൊള്ളാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ അയാളെ കാണാൻ വരുന്നത്. രോഗിയെ കാണാനായിട്ട് ഡോക്ടർ തന്നെ ചെല്ലുന്ന ഒരു രംഗമാണ്. എന്തായാലും നടാഷ വെറുതെ ഒരാളെ പരിചയപ്പെടുത്താനായി കൊണ്ടു ചെല്ലില്ല എന്ന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് ഡസൻ നടാഷയ്ക്കൊപ്പം ആ റെസ്റ്റോറന്റിലേക്ക് കടന്നു. ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആണ്. ഡസ്റ്റിനും നടാഷയും റൂഫ് ടോപ്പിലുള്ള ആ റെസ്റ്റോറന്റിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒത്തിരി ആളുകളുണ്ട്. ആ റൂഫ് ടോപ്പിൽ തന്നെ ചെറിയ പ്രൈവറ്റ് മുറികളും ഉണ്ട്. നടാഷ അവൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആ പ്രൈവറ്റ് ക്യാബിനിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം. മിസ് ഹാർമൺ, ഒന്ന് നിന്നേ. ശബ്ദം കേട്ട് നടാഷ തിരിയുമ്പോൾ ഏകദേശം ഒരു 35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ നടന്ന് നടാഷയുടെ അടുത്തേക്ക് വന്നു. ഹലോ മിസ്സസ് ബ്രൂക്സ്. അവരെ കണ്ടതും നടാഷ അവരോട് പരിചയം പുതുക്കി. ഹലോ മിസ് നടാഷ, ഇതാണോ നിന്റെ പുതിയ ആള്? നടാഷയെ കണ്ട നിമിഷത്തിൽ ഡസ്റ്റിനെയും നടാഷയും ചൂണ്ടി ആ സ്ത്രീ ചോദിച്ച ചോദ്യം അതാണ്. പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ടപ്പോ നടാഷയും ഡസ്റ്റിനും ഒന്ന് പരിങ്ങി. ആ പരിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ സ്ത്രീ നടാഷയോട് പറഞ്ഞു, ഏയ് നടാഷ, നിനക്ക് ഇതുപോലുള്ള പയ്യന്മാർ ഇഷ്ടംപോലെ കിട്ടുമല്ലോ, പിന്നെ നീ എന്തിനാ എന്റെ ഹസ്ബൻഡിന്റെ പുറകെ നടക്കുന്നത്? അവരുടെ ആ ചോദ്യം ഉറക്കെയാണ്. സ്വാഭാവികമായിട്ടും ആ റെസ്റ്റോറന്റിലുള്ള പലരും ആ ചോദ്യം കേട്ടു.
സുന്ദരിയായ നടാഷ ഹാർമണെ ആ റൂഫ് ടോപ്പിലേക്ക് കടന്ന നിമിഷം മുതൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. നടാഷ ഹാർമണൊപ്പം ഒരു ചെറുപ്പക്കാരനുമുണ്ട്. അവർ രണ്ടുപേരെയും തടഞ്ഞു നിർത്തിയാണ് ഏകദേശം ഒരു 35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഉറക്കെ ആ ചോദ്യം ചോദിച്ചത്. ആ സ്ത്രീയെ പലർക്കും അറിയാം. ഏയ് മിസ് ബ്രൂക്സ്, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എന്താ? ഞാനിങ്ങനെ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ ഹസ്ബൻഡിനെ നീ എന്തിനാ കറക്കിയെടുത്തത്? അതാണ് എന്റെ ചോദ്യം. എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ? മിസ് ബ്രൂക്സ്, നിങ്ങൾ അനാവശ്യം പറയരുത്. നിനക്ക് അനാവശ്യങ്ങൾ കാണിക്കാം. ഞാനത് പറയുന്നതാണ് തെറ്റല്ലേ? വീണ്ടും ആ സ്ത്രീ അങ്ങനെ ചോദിച്ചതും ഡസൻ കയറി ഇടപെട്ടു. ഏയ് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഡസൻ റേസന്റെ ആ ചോദ്യം ആ സ്ത്രീക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാലോ, എടി നിന്റെ കളിപ്പാട്ടം സംസാരിക്കുമല്ലേ? ഡസനെ നോക്കി നടാഷയോട് അങ്ങനെയാണ് മിസ് ബ്രൂക്സ് ചോദിച്ചത്. ഡസനെ കളിയാക്കിക്കൊണ്ടുള്ള മിസ് ബ്രൂക്സിന്റെ ചോദ്യം കേട്ടതും നടാഷയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. മിസ് ക്ലേ, നിങ്ങൾ അതിര് കടക്കുകയാണ്. ഏയ് നടാഷ, ആരാ അതിര് കിടക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. നീ നിന്റെ ഈ കളിപ്പാട്ടവുമായി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നില്ലെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? നിനക്ക് ഈ കളിപ്പാട്ടം പോരെ? നീ എന്തിനാ എന്റെ ഹസ്ബൻഡ് തന്നെ ചൂണ്ടിയെടുക്കുന്നത്? ആ സ്ത്രീ പിന്നെ ആ വിഷയത്തിലേക്ക് തന്നെ അങ്ങനെ ചൂണ്ടിയപ്പോ ഡസൻ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾക്ക് ചില കുഴപ്പങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേർക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് തലയ്ക്കൊരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടല്ലേ? ഇടയ്ക്കൊരു മന്ദത വരുമല്ലേ? നിങ്ങൾക്കൊരു തുമ്മൽ വരാറുണ്ടല്ലേ? നിങ്ങൾക്കൊരു പനി വരാറുണ്ടല്ലേ? ഇത് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടല്ലേ? നിങ്ങൾക്കൊരു ബാക്ക് പെയിൻ വരുന്നുണ്ടല്ലേ? നിങ്ങളുടെ തൊണ്ടയ്ക്കൊരു മുഴ വരുന്നുണ്ടല്ലേ? നിങ്ങളുടെ തൊണ്ടയ്ക്ക് വേദന ഉണ്ടല്ലേ? ഡസൻ പെട്ടെന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ആ സ്ത്രീ ഒന്ന് പാത്രയി. ഏയ് നിനക്ക് ഇങ്ങനെ മനസ്സിലായത്? മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മാരക അസുഖം വന്നിരിക്കുകയാണ്. മാരക അസുഖം? നിങ്ങൾ എന്തായി പറയുന്നേ? അതെ, നിങ്ങൾക്കൊരു മാരക അസുഖമാണ്. നിങ്ങളുടെ ഈ ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക അസുഖമാണെന്നാണ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണോ എന്ന് സംശയമുണ്ട്. എന്തോന്ന് അക്യൂട്ട് ഇമ്മ്യൂണോ? നിങ്ങൾ എന്തായി പറയുന്നേ? അതെ, നിങ്ങൾക്ക് എയ്ഡ്സ് ആണ്. പെട്ടെന്നുള്ള ഡസൻ റൈസിന്റെ ആ പറച്ചിൽ കേട്ടതും ആ സ്ത്രീയുടെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ബോഡി ഗാർഡ് ഒന്ന് ഞെട്ടി. ഡസൻ റൈസൻ നടാഷ ഹാർമണം ആ ബോഡി ഗാർഡിന്റെ ഞെട്ടലിങ് കണ്ടു. ആ ഞെട്ടൽ സ്വാഭാവികമായും ആ ബോഡി ഗാർഡിന്റെ മുന്നിൽ നിൽക്കുന്ന മിസ്സിസ് ബ്രൂക്സിന്റെ മുഖത്തുമുണ്ട്. ഒരു അമ്പരപ്പ് ആ റെസ്റ്റോറന്റിൽ ഈ ഡയലോഗ് കേട്ട പലർക്കുമുണ്ട്. മിസ്റ്റർ ബിഗ് ബ്രൂക്സ് എന്നറിയപ്പെടുന്ന വൻ പണച്ചക്കിന്റെ ഭാര്യയാണ് ആ റെസ്റ്റോറന്റിൽ നടാഷയോട് വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേ ബ്രൂക്സ്. ആ ക്ലേ ബ്രൂക്സിന് എയ്ഡ്സ് ആണെന്നാണ് ഇവിടെ ഇതാ പരസ്യമായി ഒരു ചെറുപ്പക്കാരൻ ആളുകളൊക്കെ കേൾക്കെ വിളിച്ചു പറഞ്ഞത്. ഒന്ന് പതറിപ്പോയെങ്കിലും ക്ലേ ചൂടായി ഡസ്റ്റോട് പറഞ്ഞു, എടോ നീ എന്താ പറഞ്ഞേ? ഏയ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എയ്ഡ്സ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമല്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് കൺഫേം ചെയ്യാൻ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഏയ് എനിക്ക് എയ്ഡ്സ് ഒന്നുമില്ല. അറിയാതെ ആ സ്ത്രീ പറഞ്ഞു പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ആ സ്ത്രീയോട് പറഞ്ഞു, ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണല്ലേ? എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എയ്ഡ്സ് ആണ്. എയ്ഡ്സിന്റെ എല്ലാ ലക്ഷണവും നിങ്ങളിലുണ്ട്. എയ്ഡ്സ് എന്നുള്ള അസുഖം ബാധിച്ച വ്യക്തികളുടെ അടുത്ത് പോലും ആളുകൾക്ക് നിൽക്കാൻ ലേശൊരു മടി വരും. ആ മടി സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ പുറകിൽ നിൽക്കുന്ന ബോഡി ഗാർഡിൽ പ്രതിഫലിക്കുകയാണ്. അയാൾ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. അതുപോലെ തന്നെ ആ ബോഡി ഗാർഡിന് പുറകെയുള്ള ചില സെക്യൂരിറ്റി ഗാർഡുകൾ പുറകോട്ട് മാറി നിൽക്കുകയാണ്. മിസ് ക്ലേ ബ്രൂക്സിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ആ ഹോട്ടലിലെ വെയിറ്റേഴ്സും ശ്രദ്ധിക്കുന്നത് പോലെ ഒരു തോന്നൽ. പലരും അകന്ന് മാറുകയാണ്. നടാഷ പോലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ അകൽച്ച സ്വാഭാവികമായിട്ടും ക്ലേയുടെ കണ്ണിൽ പതിഞ്ഞു. അവരുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുകയാണ്. നടാഷയെ കളിയാക്കാനായി അവർ കിട്ടിയ അവസരം വിനിയോഗിച്ചപ്പോ നടാഷയുടെ ആ കളിപ്പാട്ടം ഇത് അവരെ പരസ്യമായി തൊലിയൊരുക്കുകയാണ്, അപമാനിക്കുകയാണ്. അവരുടെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്ന അതേ നിമിഷത്തിലാണ് സാക്ഷൽ ബ്രൂക്സ് ആ റെസ്റ്റോറന്റിലേക്ക് കയറി വരുന്നത്. ബിഗ് ബ്രൂക്സ് എന്ന് എല്ലാവരും വിളിക്കുന്ന റോഡറിക് ബ്രൂക്സ് ഇതാ അകത്തേക്ക് വരുന്നു. റോഡറിക് ബ്രൂക്സിനെ കണ്ടതും മിസസ് ബ്രൂക്സ് കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടി. ബ്രൂക്സിനെ വിളിച്ചുകൊണ്ടാണ് അവൾ ഓടി ബ്രൂക്സിന് അടുത്തെത്തിയത്. ചെന്നുടൻ അവൾ ബ്രൂക്സിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ശരിക്കും ഉറക്കെ അവൾ കരയുകയാണ്. റെസ്റ്റോറന്റിൽ ഒത്തിരി ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ നോക്കി നിൽക്കേ അയാളുടെ ഭാര്യ ഉറക്കെ കരയുന്നത് കണ്ട ബ്രൂക്സ് അമ്പരപ്പോടെ ചുറ്റും നോക്കുമ്പോ മിസ് ബ്രൂക്സിനോട് പറഞ്ഞു, റോഡ്രിക്സ് ദാ അവൻ എന്നെ കളിയാക്കി. നിന്നെ കളിയാക്കുന്നു. എന്ത് കളിയാക്കിയെന്ന്? എങ്ങനെ കളിയാക്കിയെന്ന്? റോഡ്രിക്സ് അവൻ പറയാണ് എനിക്ക് എയ്ഡ്സ് ആണ്.
ക്ലേയുടെ ആ വാക്കുകൾ കേട്ടതും റോഡ്രിക്സ് ഒന്ന് ഞെട്ടി. സാധാരണഗതിയിൽ ഒരാൾക്കും ഉണ്ടാകരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന അസുഖമാണല്ലോ എയ്ഡ്സ്. എയ്ഡ്സ് തന്റെ ഭാര്യയ്ക്കുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. വല്ലാതെ അപമാനിതനായിപ്പോയ റോഡ്രിക്സ് ഉറക്കെ ഡസ്റ്റ് നോക്കി പറഞ്ഞു, ഏയ് എനിക്ക് എയ്ഡ്സ് ഒന്നുമില്ല. അത് കേട്ടതും ഡസ്റ്റ് പറഞ്ഞു, സാർ നിങ്ങൾക്ക് എയ്ഡ്സ് ഇല്ലെന്ന് എനിക്കും അറിയാം, പക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ട്. ഡസ്റ്റൻ വീണ്ടും പറഞ്ഞത് ശരിക്കും ഉറക്കെയാണ്. ഈ വാചകം സ്വാഭാവികമായിട്ടും ആ റൂഫ് ടോപ്പിലുള്ള മുഴുവൻ ആളുകളും കേട്ടു. സാക്ഷാൽ ബിഗ് ബ്രൂക്സ് ശരിക്കും ഒന്ന് പതറി. അയാൾ ഡസ്റ്റിന്റെ അടുത്തേക്ക് നടാഷയെ ശ്രദ്ധിക്കുന്ന അപ്പോഴാണ്. നടാഷ, എന്താ ഇത്? എന്തായി കേൾക്കുന്നേ? മിസ്റ്റർ ബ്രൂക്സ്, ഡസ്റ്റിന് തെറ്റുപറ്റില്ല. നടാഷ ആ വാചകം കൂടി പറഞ്ഞപ്പോ ബ്രൂക്സ് ശരിക്കും സ്തംഭിച്ചു പോലെ ആവുകയാണ്. അയാളുടെ ഭാര്യ ക്ലേ ബ്രൂക്സിന് എയ്ഡ്സ് ആണെന്നാണ് നടാഷയ്ക്കൊപ്പമുള്ള ചെറുപ്പക്കാരൻ പറയുന്നത്. എന്തു പറയണമെന്നറിയാതെ നടാഷയുടെ മുഖത്തേക്ക് നോക്കുന്ന ബ്രൂക്സിനോടായി ഡസ്റ്റൻ പറഞ്ഞു, മിസ്റ്റർ ബ്രൂക്സ്, സോറി, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. നിങ്ങളുടെ ഭാര്യ ക്ലേക്ക് എയ്ഡ്സ് ആണ്. അവർക്ക് എയ്ഡ്സ് ബാധിച്ചിരിക്കുക ആ പുറകെ നിൽക്കുന്ന ചെറുപ്പക്കാരനാവും. അങ്ങനെ ഡസ്റ്റൻ പറഞ്ഞതും സകലരുടെ കണ്ണുകളും ക്ലേയുടെ പുറകെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനിലേക്ക് പതിഞ്ഞു. ക്ലേയുടെ ബോഡി ഗാർഡ് ഒരു സുമുഖൻ പുറകെ നിൽക്കുകയാണ്. അവനാകെ വിരണ്ടിരിക്കുകയാണ്. അവന്റെ കവിളിക്കൂടി വിയർപ്പിങ്ങനെ താഴോട്ട് വരികയാണ്. അവൻ നിന്ന് വിയർക്കുകയാണ്. ആ ചെറുപ്പക്കാരനെയും ക്ലേയും അമ്പരപ്പോടെ ബ്രൂക്സ് നോക്കുമ്പോൾ ബ്രൂക്സിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ബ്രൂക്സ് ആ നിമിഷത്തെ അമ്പരപ്പിൽ നിന്ന് മാറാൻ കൂടിയായിട്ട് ആ മൊബൈൽ എടുത്തു. മൊബൈലിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള മെസ്സേജാണ്. ആ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത ബ്രൂക്സ് അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ആ ലിങ്ക് ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലൂടെ കടന്നുപോയ ബ്രൂക്സിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറയുന്നത് നടാഷ ഹാർമൺ കണ്ടു. മിൽസ്ബർഗ് എന്ന ആ വലിയ പട്ടണത്തിലെ സകല ക്യാഷ് ട്രാൻസാക്ഷന്റെയും അവസാന വാക്ക് സത്യത്തിൽ ബിഗ് ബ്രൂക്സ് ആണ്. ബിഗ് ബ്രൂക്സിന്റെ സ്ഥാപനങ്ങളിലൂടെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് മിൽസ്ബർഗിന്റെ 3 ക്യാഷ് ട്രാൻസാക്ഷനും. സകല പണ ഇടപാട് പരിപാടികളിലും ബിഗ് ബ്രൂക്സ് ഉണ്ടെന്ന അർത്ഥം. ബാങ്കായിട്ടും മറ്റ് കച്ചവട സ്ഥാപനങ്ങളായിട്ടും ബിഗ് ബ്രൂക്സുമായി കണക്ട് ചെയ്ത സ്ഥാപനങ്ങളാണ് മിൽസ്ബർഗിലെ 3-1. ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമയായ ബിഗ് ബ്രൂക്സിന്റെ കണ്ണുകൾ നിറയുന്നത് നടാഷ ഹാർമൺ ഒരു നടുക്കത്തോടെയാണ് കണ്ടത്. അമ്പരപ്പോടെ നടാഷ ഹാർമൺ ബിഗ് ബ്രൂക്സിൽ നോക്കുമ്പോൾ അയാളുടെ അടുത്ത് നിൽക്കുന്ന അയാളുടെ ഭാര്യ ക്ലേ ബിഗ് ബ്രൂക്സിനോട് ചോദിച്ചു, എന്താ? ക്ലേയുടെ ചോദ്യം കേട്ടതും അയാൾ ആ മൊബൈൽ ക്ലേയുടെ കയ്യിലേക്ക് കൊടുത്തു. ക്ലേ ആ റിപ്പോർട്ട് കണ്ടു. ഹോസ്പിറ്റലിൽ അവൾ ടെസ്റ്റ് നടത്തിയതിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവൾക്ക് എയ്ഡ്സ് ആണെന്ന് കൺഫേം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആ മൊബൈലിലുള്ളത്. ടെസ്റ്റ് റിപ്പോർട്ട് ബ്രൂക്സിന്റെ മൊബൈലിലേക്ക് അയക്കാനായി അവൾ തന്നെയാണ് നിർദ്ദേശിച്ചിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. റിപ്പോർട്ട് കണ്ട ക്ലേയുടെ മുഖം ഏതാണ്ട് വിളറി വെളുക്കുകയാണ്. രക്തം ഏതാണ്ട് വാർന്നു പോയതുപോലെ. ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് കൈ ഉയർത്തി ഒരു അടിയാടി. അടിച്ചത് അവളെ ബോഡി ഗാർഡിനെയാണ്. ബ്രൂക്സ്, ഇവനാണ് എന്നെ പറ്റിച്ചത്, ഇവനാണ് എനിക്ക് എയ്ഡ്സ് നൽകിയത്. ഇപ്പോ ആ റെസ്റ്റോറന്റിലുള്ള മുഴുവൻ ആളുകൾക്ക് കഥ മനസ്സിലായി. ക്ലേയുമായി കണക്ഷൻ ഉള്ള ആ ചെറുപ്പക്കാരിൽ നിന്നാണ് അവൾക്ക് എയ്ഡ്സ് ഉണ്ടായിരിക്കുന്നത്. സർ, ക്ഷമിക്കണം, ഇവരെന്നെ വലവീശി പിടിച്ചതാണ്. ഇടാ കള്ളം പറയരുത്, നീ അല്ലാതെ എന്റെ പുറകെ നടന്ന് എന്നെ വീഴ്ത്തിയത്. മാഡം, എന്തിനാ മാഡം കള്ളം പറയുന്നത്? മാഡം അല്ലേ എന്റെ പുറകെ നടന്ന് എന്നെ വീഴ്ത്തിയത്. രണ്ടുപേരും പരസ്പരം അങ്ങനെ പറയുന്നത് കേട്ടതും മിസ്റ്റർ ബ്രൂക്സ് നിന്ന് ഉരുകുകയാണ്. അയാൾ നിശബ്ദനായി ഈ സംഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അയാൾക്ക് കൈ നിവർത്തി ക്ലേയെ ഒന്ന് പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ എന്നിട്ടും അയാൾ പിടിച്ചു നിൽക്കുകയാണ്. നിശബ്ദനായി അങ്ങനെ നിന്ന ബ്രൂക്സ് അല്പസമയം കഴിഞ്ഞതും അയാളുടെ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഇവർ രണ്ടിനെയും പുറത്തേക്ക് കൊണ്ടുപോകും. ഇവളെ മുറിയിൽ അടച്ചേക്ക്. ഇവളെ ഇനി ആരും കാണിക്കണ്ട. അങ്ങനെ ഉത്തരവ് കൊടുത്തതും ബോഡി ഗാർഡുകൾ ക്ലേയുടെ നേരെ വന്നു. ക്ലേയുടെ നേരെ ബോഡി ഗാർഡുകൾ വരുന്നത് കണ്ടതും ക്ലേ പെട്ടെന്ന് മൂക്കൊന്ന് ചീറ്റി. മൂക്കിനകത്ത് നിന്ന് രക്തം പുറത്തേക്ക് വന്നു. ആ രക്തം കയ്യിലേക്കെടുത്ത ക്ലേ ആ രക്തമായി നടാഷയുടെ നേരെ കുത്തിച്ചു. എയ്ഡ്സ് രോഗികളുടെ രക്തം വഴി മറ്റു ആളുകളിലേക്ക് എയ്ഡ്സ് പടരാൻ സാധ്യതയുണ്ടെന്ന് ക്ലേക്ക് അറിയാം. ആ ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ രക്തവുമായി അവർ നടാഷയെ സമീപിച്ചത്. അതിവേഗം നടാഷയുടെ അടുത്തേക്ക് കുതിക്കുന്ന അവരുടെ ലക്ഷ്യം നടാഷയെ ഒന്ന് കടിക്കുക, ആ കടിയുടെ പാടിലേക്ക് ആ രക്തം തേക്കുക എന്നുള്ളതാണ്. നടാഷയുടെ തൊട്ട് അടുത്ത് നിൽക്കുന്ന ഡസ്റ്റൻ റയാസിന്
ആ നിമിഷം തന്നെ കഥ കത്തി. ആ സ്ത്രീ ഓടി വന്ന് നടാഷ കൈ പിടിച്ചിങ്ങനെ കടിക്കാനായിട്ട് പോയതും ഡസ്റ്റിൻ കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട്. ആ ചവിട്ട് കൃത്യം ക്ലേയുടെ വയറ്റിൽ തന്നെ കൊള്ളുകയാണ്. ഡസ്റ്റിൻ ആഞ്ഞ് ചവിട്ടിയതും ക്ലേ നടാഷയുടെ അടുത്ത് തെറിച്ച് അടുത്തുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടിച്ച് താഴേക്ക് വീണു. ഈ സംഭവം ആരും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വന്ന് ക്ലേയെ അവിടുന്ന് പൊക്കിയെടുത്തു. ക്ലേയുടെ ഇരു കൈകളും കെട്ടി അവർ പുറത്തേക്ക് ക്ലേയെ കൊണ്ടുപോകുമ്പോൾ ആ ബോഡി ഗാർഡിനെയും അതുപോലെ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തനിക്ക് എന്തായാലും എയ്ഡ്സ് വന്നു, ഇനി പരമാവധി ആൾക്കാർക്ക് എയ്ഡ്സ് കൊടുക്കാമെന്ന് ക്ലേ അങ്ങ് തീരുമാനിച്ചതാണ്. പ്രത്യേകിച്ച് നടാഷയ്ക്ക് എയ്ഡ്സ് ഉണ്ടാക്കാൻ അവർക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. നടാഷ ഏതാണ്ട് നടുങ്ങി നിൽക്കുകയാണ്. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല ക്ലേ അവളെ കടിക്കാൻ ശ്രമിക്കുമെന്ന്. ഡസൻ ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും നടാഷയുടെ കൈ കടിച്ചു മുറിച്ചനെ. ആ മുറിവിൽ ആ മൂക്കിൽ നിന്നുള്ള രക്തം തേക്കുക എന്നുള്ള ഒറ്റ ടാർഗറ്റേ ആ സമയത്ത് ക്ലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. നടാഷയോടുള്ള ദേഷ്യം അവർക്ക് അത്ര വലുതാണ്. സ്തംഭിച്ചു നിൽക്കുന്ന നടാഷയോടായി ബ്രൂക്സ് പറഞ്ഞു, മിസ് നടാഷ സോറി, സംഭവിച്ചതിനൊക്കെ സോറി. ഈ സമയത്ത് ആ റെസ്റ്റോറൻറ്റിലുള്ള മുഴുവൻ ആളുകളും ഒരു വല്ലാത്ത മാനസികാവസ്ഥ നിൽക്കുകയാണ്. അവരെല്ലാവരും ഈ കാഴ്ച കണ്ടവരാണ്. സ്വിൻഡൻ ഒരു ചെറിയ ടൗൺ ആണ്, മിൽസ്ബർഗ് വലിയ ടൗൺ ആണ്. മിൽസ്ബർഗ് 3-1 നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ബിഗ് ബ്രൂക്സ്. ബിഗ് ബ്രൂക്സിനെ അതുകൊണ്ട് തന്നെ സിൻഡനിലെ പലരും അറിയും. ആ ആളുകളൊക്കെ ഇപ്പോൾ ഈ സംഭവം കണ്ടിരിക്കുകയാണ്. ബിഗ് ബ്രൂക്സിന്റെ ഭാര്യയ്ക്ക് എയ്ഡ്സ് ആണെന്നുള്ള യാഥാർത്ഥ്യം ആ ആൾക്കൂട്ടത്തിന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ആ കഥ അവർ പുറത്തു പറയില്ല. ആ കഥ അവരൊരു പുറത്തെത്തിയെന്നറിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ കേട്ട കാര്യങ്ങൾ കേൾക്കാത്ത മാതിരി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണ്. അത് കണ്ടതും ബ്രൂക്സ് നടാഷയോട് ചോദിച്ചു, നടാഷ ഇതാണോ നീ പറഞ്ഞ ആ ഡോക്ടർ? അതെ മിസ് ബ്രൂക്സ്, ഇതാണ് ഡസ്റ്റിൻ. ഡസ്റ്റിൻ ഒരു മിസ്റ്ററി ഡോക്ടറാണ്. പെട്ടെന്ന് ഒന്ന് ഉന്മേഷം വീണ്ടെടുത്ത ബ്രൂക്സ് ഡസ്റ്റിന് അടുത്തേക്ക് നടന്നു വന്നിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, മിസ്റ്റർ ഡസ്റ്റിൻ, നടാഷ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് എന്താണ് അസുഖം എന്ന് പറയാവോ? ഡസ്റ്റിൻ ബ്രൂക്സിനെ ഒന്ന് നോക്കിയിട്ട് ബ്രൂക്സിനോടായി ശബ്ദം താഴ്ത്തി പറഞ്ഞു, സർ നമുക്ക് അല്പം മാറി നിന്ന് സംസാരിച്ചാലോ? ഡസ്റ്റിൻ എന്തോ ലക്ഷണങ്ങൾ ബ്രൂക്സിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ബ്രൂക്സിന് തോന്നിയപ്പോൾ ബ്രൂക്സ് പറഞ്ഞു, ഓക്കെ നമുക്കൊരു റൂമിലേക്ക് പോവാം. നടാഷയും ബ്രൂക്സും ഡസ്റ്റിനും ഒരു പ്രൈവറ്റ് മുറിയിലേക്ക് കയറി. പ്രൈവറ്റ് മുറിയിലേക്ക് കയറിയതും ഡസ്റ്റിൻ ബ്രൂക്സിനോട് ചോദിച്ചു, സർ അങ്ങക്ക് ബാക്ക് പെയിൻ ഉണ്ടല്ലേ? പെട്ടെന്നുള്ള ഡസ്റ്റിൻ ആ ചോദ്യം കേട്ടതും ബ്രൂക്സ് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ഹേയ്, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് മിസ്റ്റർ ഡസ്റ്റിന് അതെങ്ങനെ മനസ്സിലായി? സർ അങ്ങ് നടന്നു വരുമ്പോ അങ്ങ് ഇടത് കാലിൽ ബലം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇടത് കാലിൽ ബലം കൊടുക്കാതെ അങ്ങ് വലത് കാലിൽ കൂടുതൽ ബലം കൊടുക്കുമ്പോൾ അതിനൊരു അർത്ഥമേ ഉള്ളൂ, ബാക്ക് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. ബ്രൂക്സിനെ ശരിക്കും അതിശയപ്പെടുത്തിയ ഒരു നിരീക്ഷണമാണ് ഇവിടെ ഡസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. സർ അങ്ങയുടെ ആ ബാക്ക് പെയിൻ ഒരു മുറിവ് വഴി ഉണ്ടായതാണല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ ബാക്കിൽ കാര്യമായ ഒരു ക്ഷതമേറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു കത്തി കൊണ്ടുള്ള കുത്ത് അങ്ങക്ക് ഏറ്റു എന്നാണ്. ഡസൻ റൈസ് പറയുന്ന കാര്യങ്ങൾ കേട്ട ബ്രൂക്സ് ശരിക്കും ഞെട്ടലോട് കൂടിയാണ് ഡസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഡസ്റ്റിനെ ആദ്യമായിട്ടാണ് ബ്രൂക്സ് കാണുന്നത്. പക്ഷെ ബ്രൂക്സിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതാ ഡസ്റ്റിൻ കൃത്യമായി പറയുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു യാത്രയിൽ രാത്രിയിൽ അപ്രതീക്ഷിതമായി ഒരു വാടക കൊലയാളി ബ്രൂക്സിനെ ആക്രമിക്കുന്നത്. ആ വാടക കൊലയാളി മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് ബ്രൂക്സിന്റെ മുതുകിൽ കുത്തുകയായിരുന്നു. ആ കത്തി കയറി ഇറങ്ങിയപ്പോ ബോധം കെട്ട് താഴേക്ക് വീണ ബ്രൂക്സിനെ പുറകെ വരികയായിരുന്ന വണ്ടിയിലെ ആളുകളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ രംഗങ്ങളൊക്കെ ബ്രൂക്സിന്റെ മനസ്സിലൂടെ ഓടി വന്നതും ഡസ്റ്റിൻ ബ്രൂക്സിനോട് ചോദിച്ചു, സർ അങ്ങയുടെ ജീവിതത്തെ ആ കത്തിക്കുത്ത് ശരിക്കും ദോഷകരമായി ബാധിച്ചു അല്ലേ? മിസ്റ്റർ ഡസ്റ്റിൻ എന്താ ഉദ്ദേശിക്കുന്നത്? സർ ചോദിക്കുന്നതുകൊണ്ട് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അങ്ങയുടെ പ്രത്യുൽപാദന ശേഷിയെ ആ ആക്രമണം ബാധിച്ചിട്ടില്ലേ? ഇതുവരെ ആരോടും ബ്രൂക്സ് പറയാതിരുന്ന ഒരു കാര്യം ഇതാ ഡസ്റ്റിൻ ബ്രൂക്സിനോട് ചോദിക്കുകയാണ്. മിസ്റ്റർ ഡസ്റ്റിൻ നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കി? മിസ്റ്റർ ബ്രൂക്സ്, എന്റെ കണക്കൂട്ടൽ അനുസരിച്ച് 6 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അന്ന് മുതലേ നിങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷി പോയിരിക്കുകയാണ്. ഡസ്റ്റിൻ അത് പറഞ്ഞതും നടാഷയും ബ്രൂക്സും മുഖത്തോട് മുഖം നോക്കി. അവർ പെട്ടെന്ന് ചിരിച്ചു. ഡസ്റ്റിൻ അവിടെ തെറ്റുപറ്റിയല്ലോ. എന്താ നടാഷ അങ്ങനെ പറഞ്ഞേ? മിസ്റ്റർ ബ്രൂക്സിന് 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. നടാഷ അത് പറഞ്ഞപ്പോ ബ്രൂക്സ് ഒന്ന് ചിരിച്ചു. ആ ബ്രൂക്സിന്റെ ചിരി കണ്ടതും ഡസ്റ്റിൻ ബ്രൂക്സിനോട് പറഞ്ഞു, സോറി എനിക്ക് തെറ്റു പറ്റിയിട്ടില്ലെന്നാ എന്റെ വിശ്വാസം.
6 കൊല്ലങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ഉൽപാദനശേഷി ഏതാണ്ട് പൂർണ്ണമായും ആ കത്തിക്കുത്തിൽ നഷ്ടമായിട്ടുണ്ട്. ഡസൻ, നിങ്ങൾ എന്തായി പറയുന്നേ? എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത കുറവാണ്. ഡസൻ റൈസ് പറയുന്നതിന്റെ അർത്ഥം ഇപ്പൊ നടാഷയ്ക്കും ബ്രൂക്സിനും ഒരുപോലെ വ്യക്തമാണ്. 4 വയസ്സ് പ്രായമുള്ള ബ്രൂക്സിന്റെ കുഞ്ഞ് ബ്രൂക്സിൻ്റെത് അല്ല എന്നാണ് ഡസൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു നിമിഷം നിശബ്ദനായി പോയ ബ്രൂക്സ് പെട്ടെന്ന് എണീറ്റു. ബ്രൂക്സ് ഡസനോടും നടാഷയോടായി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ ഇവിടെയുള്ള വസതിയിലേക്ക് വാ, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ പറഞ്ഞിട്ട് ബ്രൂക്സ് തിരിഞ്ഞ് അയാളുടെ ബോഡി ഗാർഡിനോട് പറഞ്ഞു, ഇവരെ എന്റെ വസതിയിലെത്തിക്ക്. ബോഡി ഗാർഡിന് നിർദ്ദേശം കൊടുത്തിട്ട് ബ്രൂക്സ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഡസൻ റൈസും നടാഷ ഹാർമണും പുറത്തെത്തുമ്പോൾ അവരെ കാത്ത് ഒരു റോൾസ് റോയ്സ് കാർ കിടപ്പെട്ടു. ആ കാറിലേക്ക് നടാഷയും ഡസനും കയറുമ്പോൾ മറ്റൊരു കാറിൽ സാക്ഷാൽ ബ്രൂക്സ് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. നടാഷ ഹാർമണും ഡസൻ റൈസും ബ്രൂക്സിന്റെ സ്വിൻഡനിലെ ആ മാനറിലെത്തി. വളരെ വിശാലമായ ഒരു കൊട്ടാരം തന്നെയാണ് ബ്രൂക്സിന്റെ ആ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന് മുന്നിൽ ആ റോൾസ് റോയ്സ് ഒഴുകി വന്ന് നിന്നപ്പോൾ നടാഷയും ഡസനും അതിൽ നിന്ന് പുറത്തിറങ്ങി. വളരെ വിശാലമായ ഒരു പൂന്തോട്ടം ആ ബിൽഡിങ്ങിന്റെ ഒരു ആകർഷണമാണ്. മിസ്റ്റർ ബ്രൂക്സ് എത്തുന്നതുവരെ ആ പൂന്തോട്ടത്തിൽ കൂടി ഒന്ന് നടക്കാമെന്ന് കരുതി നടാഷയും ഡസനും ആ ഗാർഡനിൽ കൂടി അങ്ങനെ നടക്കുകയാണ്. അവരുടെ കുറച്ച് പുറകിലായി അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചുകൊണ്ട് പരിചാരകരും ഉണ്ട്. ജ്യൂസും വൈനും സ്നാക്സും ഒക്കെ ഇഷ്ടംപോലെ പുറകെ വരികയാണ്. ആഡംബരത്തിന്റെ അവസാന വാക്കെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് ഡസൻ റൈസും നടാഷയും എത്തിയിരിക്കുന്നത്. മിൽസ്ബർഗ് വളരെ കൂറ്റൻ പട്ടണമാണ്. ആ പട്ടണത്തിന്റെ 1/3 നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ബിഗ് ബ്രൂക്സ് ആണ്. ആ ബിഗ് ബ്രൂക്സിന്റെ സ്വിൻഡനിലെ ആ കൊട്ടാര സദസ്യമായ ബിൽഡിംഗ് അദ്ദേഹത്തിന്റെ സമ്പത്തിനെ വിളിച്ചു പറയുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നടാഷയും ഡസനും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പൂന്തോട്ടത്തിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടി. ഒരു വളരെ മനോഹരമായ ഒരു ബെഞ്ച്. ആ ബെഞ്ചിൽ നടാഷയും ഡസനും അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. സമയം ഇങ്ങനെ പോവുകയാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു നിഴല് വന്നു. സാക്ഷാൽ ബിഗ് ബ്രൂക്സ് എത്തിയതാണ്. ഏയ്, നിങ്ങൾ ഇരുന്ന് വിഷമിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ബിഗ് ബ്രൂക്സ് വന്നത്. ബിഗ് ബ്രൂക്സ് അങ്ങോട്ട് വന്നതും ജോലിക്കാരെല്ലാം അവിടുന്ന് ഒഴിവായി. ബിഗ് ബ്രൂക്സ് നടാഷയ്ക്കും ഡസനും എതിരെയുള്ള ഒരു ബെഞ്ചിലിരുന്നു. ആ ബെഞ്ചിലിരുന്ന ബിഗ് ബ്രൂക്സ് ഡസനോട് പറഞ്ഞു, ഡസൻ, താങ്ക് യു എന്നുള്ള ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട്. ബിഗ് ബ്രൂക്സ് അവരെ ആ ബിൽഡിങ്ങിലേക്ക് അയച്ചിട്ട് നേരെ പോയത് ഒരു DNA ടെസ്റ്റിനാണ്. DNA ടെസ്റ്റിന് പോയ ബിഗ് ബ്രൂക്സ് അതേ സമയത്ത് തന്നെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ DNA സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടി ചെയ്തു. ആ DNA സാമ്പിളും ഇവിടെ സ്വിൻഡനിലുള്ള ബിഗ് ബ്രൂക്സിന്റെ DNA സാമ്പിളും മാച്ച് ചെയ്ത് നോക്കി അതിന്റെ റിസൾട്ടുമായിട്ടാണ് ഇപ്പൊ ഇതാ സാക്ഷാൽ ബിഗ് ബ്രൂക്സ് ഡസനടുത്തേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത്. അയാൾക്ക് കഥ മനസ്സിലായിരിക്കുന്നു. അയാളുടെ കുഞ്ഞല്ല, അയാളുടെ മകനായി അയാൾ കണ്ടിരിക്കുന്ന ആ കുട്ടി. ക്ലേ അയാളെ ചതിച്ചു തുടങ്ങിയിട്ട് കാലം കുറെ ആയെന്ന് വ്യക്തം. ആ കാര്യമാണ് ഇപ്പൊ അയാൾക്ക് മനസ്സിലായത്. പക്ഷെ 4 കൊല്ലങ്ങൾ കൊണ്ട് അയാൾക്ക് അയാളുടെ മകനോട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലേയും മകനെയും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിട്ടും ബ്രൂക്സ് അത് ചെയ്യാതെ ഇതിനിടയിൽ തന്നെ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലേയ്ക്കും അതുപോലെ മകനും താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് ബ്രൂക്സിന്റെ ജീവിതത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്രൂക്സ് ഡസനെ മുന്നിലെത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് ബ്രൂക്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും അസാമാന്യ പ്രതിഭ കൂടിയായ ബ്രൂക്സ് ഈ കാര്യങ്ങളൊക്കെ ഡസനോട് പറഞ്ഞപ്പോൾ ഡസൻ ബ്രൂക്സിനോട് പറഞ്ഞു, സാർ, അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ഒരു ഗുളിക ബ്രൂക്സിന് കൊടുത്തു. സർ, ഇത് ജെമീഫൻ ആണ്, ഈ മരുന്ന് അങ്ങ് കഴിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ആ മരുന്ന് കൊടുത്തപ്പോൾ ഒന്നും ആലോചിക്കാതെ ബ്രൂക്സ് ആ മരുന്ന് വാങ്ങിച്ചും കഴിച്ചു. ജെമീഫൻ ഗുളിക ഡസൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗുളികയാണ്. ശരീരത്തിന് ഉള്ളിലെ മുറിവുകൾ ഉണക്കാനും ശരീരത്തിനകത്ത് ശരിക്കൊരു ഊർജ്ജ പ്രസാരണം ഉണ്ടാക്കാനും അസാധാരണമായ കപ്പാസിറ്റി ഉള്ള ഒരു ഗുളികയാണ് ജെമീഫൻ. ആ ഗുളികയാണ് ഡസൻ ആദ്യമായി ഉണ്ടാക്കുന്നത്. ആ ഗുളിക കഴിച്ചതും ശരിക്കൊരു ഉന്മേഷം ബ്രൂക്സിന് അനുഭവപ്പെട്ടു. ശരിക്കൊരു സന്തോഷവും ബ്രൂക്സിന് അനുഭവപ്പെടുകയാണ്. അത് കണ്ടതും ഡസ്റ്റിൻ ചെറിയൊരു പ്ലാസ്റ്റിക് ഡപ്പിയിൽ കുറച്ച് ഗുളിക ജെമീഫനെ ഇട്ട് ബ്രൂക്സിന്റെ കയ്യിലേക്ക് കൊടുത്തു. സർ, ഈ ടാബ്ലറ്റ് ഓരോ 3 ദിവസം കൂടുമ്പോഴും ഓരോന്ന് വിധം കഴിക്കുക. മിസ്റ്റർ ബ്രൂക്സ്, 3 മാസം നിങ്ങൾ തുടർച്ചയായി ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ റീപ്രൊഡക്ഷന്റെ പ്രശ്നം അവസാനിക്കും. നിങ്ങൾ സാധാരണ മനുഷ്യനാവും. നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം. നിങ്ങൾക്ക് അതിൽ കുട്ടികളും ഉണ്ടാവും.
6 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ പ്രത്യുൽപാദന ശേഷി ഇതാ 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് ഡസൻ പറഞ്ഞത് കേട്ടതും സന്തോഷം കൊണ്ട് മതിമറന്നു പോയ ബ്രൂക്സ് ചാടി എണീറ്റ് ഡസനെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. ശരിക്കും ഒരു സന്തോഷം അയാളുടെ മുഖത്ത് പ്രതിഫലിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന നടാഷയുടെ കണ്ണുകളും ഏതാണ്ട് നിറഞ്ഞു വരികയാണ്. ബിഗ് ബ്രൂസ് ഒരുപാട് ബിസിനസ്സുകളുടെ അവസാന വാക്കാണ്. ആ ബിഗ് ബ്രൂക്സിന്റെ സകല സമ്പാദ്യങ്ങൾക്കും ഒരു അനന്തരാവകാശി പോലും ഉണ്ടാകില്ല എന്ന് ബിഗ് ബ്രൂസ് കരുതിയ നിമിഷത്തിലാണ് ഇതാ അയാളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഡസൻ റൈസ് എത്തിയിരിക്കുന്നത്. ശരിക്കും സന്തോഷം കൊണ്ട് ബിഗ് ബ്രൂസിന്റെ കണ്ണുകൾ ഏതാണ്ട് നിറഞ്ഞിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞിരിക്കുന്ന ബിഗ് ബ്രൂസിനോടായി നടാഷ പറഞ്ഞു, മിസ്റ്റർ ബ്രൂക്സ്, തിരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഡസ്റ്റിനോട് നന്ദി പ്രകടിപ്പിക്കുക? ചോദ്യം കേട്ടതും ബ്രൂക്സ് കണ്ണു തുടച്ചിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റൻ ചോദിക്കുന്ന എന്ത് ഞാൻ തരും. അത് കേട്ടതും ഡസ്റ്റൻ പറഞ്ഞു, ഹേയ്, എനിക്ക് പണമൊന്നും വേണ്ട, എനിക്ക് ചില ചെടികൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഡസ്റ്റൻ പറ, ഏത് ചെടി വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ചെടികളുമായി എനിക്ക് ഒരു ബന്ധമൊന്നുമില്ല, പക്ഷെ എവിടെ ആ ചെടി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു തരും. മിസ്റ്റർ ബ്രൂക്സ് അത് പറഞ്ഞതും ഡസ്റ്റൻ അയാൾക്ക് ആവശ്യമുള്ള ആ ചെടികളുടെ പേരുകൾ ബ്രൂക്സിനോട് പറഞ്ഞു. പേരുകൾ കേട്ടപ്പോൾ ബ്രൂക്സ് പറഞ്ഞു, ഈ ചെടികൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, പക്ഷേ ഡസ്റ്റൻ, ഈ ഭൂമിയിൽ ഈ ചെടികൾ എവിടെ ഉണ്ടെങ്കിലും ഞാനത് വില കൊടുത്ത് വാങ്ങും. ഡസ്റ്റൻ റയസ് ബ്രൂക്സിനോട് യാത്ര പറഞ്ഞിട്ട് പീസ് മെഡിക്കൽ സെന്ററിൽ എത്തുമ്പോൾ അവിടെ ഡസ്റ്റനെ കാത്ത് 2 പേരുണ്ട്. മാറ്റ് ലാനിയുടെ പിതാവ് ഫിലിപ്പ് ലാനിയുമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഡസ്റ്റനെ കണ്ടതും അവർ 2 പേരും സന്തോഷത്തോടെ ഡസ്റ്റനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റൻ, നിങ്ങളെ കാത്ത് ഞങ്ങൾ ഒത്തിരി നേരമായി ഇവിടെ നിൽക്കുകയാണ്. എന്താ മാറ്റ് ഇവിടെ വന്നത്? അതിന് മറുപടി പറയുന്നത് ഫിലിപ്പാണ്. മിസ്റ്റർ ഡസ്റ്റൻ, ഞാൻ നിങ്ങളോട് ഒരു ബിസിനസ് സംസാരിക്കാനാണ് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് എഴുതുകയാണ്. ഡസ്റ്റൻ റൈസ് എഴുതിയതിനു ശേഷം അയാൾ എമൗണ്ട് എഴുതി. മിസ്റ്റർ ഡസ്റ്റൻ, ഞാൻ നിങ്ങൾക്ക് $50 മില്യൺ തരാൻ പോവുകയാണ്. $50 മില്യൺ എനിക്കോ? എന്തിന്? മിസ്റ്റർ ഡസ്റ്റൻ, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രിസ്ക്രിപ്ഷനിലെ ഒരു ഇമോർട്ടനോളിന്റെ ആ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് നൽകുക. ഞാൻ ഈ $50 മില്യൺ നിങ്ങൾക്ക് നൽകും. എങ്ങനെയുണ്ട് ബിസിനസ്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ചെക്ക് എഴുതുകയും ചെയ്തു. ഫിലിപ്പ് ആ ചെക്കിൽ സൈൻ ചെയ്തതും ഡസ്റ്റൻ അയാളോട് പറഞ്ഞു, നോക്ക്, ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിസ്റ്റർ ഡസ്റ്റൻ, ഈ തുക കുറഞ്ഞു പോയെങ്കിൽ ഞാൻ കൂടുതൽ തരാം. മിസ്റ്റർ ഫിലിപ്പ്, എനിക്ക് നിങ്ങളുമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ ഓൾറെഡി മിസ് ഹാർമണി കൊടുത്തതാണ്. അത് എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി എന്റെ കയ്യിൽ ആ പ്രിസ്ക്രിപ്ഷൻ ഇല്ല. മിസ്റ്റർ ഡസ്റ്റൻ, നിങ്ങൾ ആ പ്രിസ്ക്രിപ്ഷൻ ഒരിക്കൽ കൂടി എഴുതുന്ന ജോലിയിലേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ എന്താ തിരിച്ചറിയാത്തത്? മിസ്റ്റർ ഫിലിപ്പ്, ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ വിൽക്കാൻ പറ്റില്ല. ഡസ്റ്റൻ അത് പറഞ്ഞതും ഫിലിപ്പ് എണീറ്റു. മിസ്റ്റർ ഡസ്റ്റൻ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചാൽ നിങ്ങളും ലാനി കുടുംബവുമായി അടുപ്പത്തിലാവും. നിങ്ങൾ ഈ ബിസിനസ്സിൽ സഹകരിക്കാതിരുന്നാൽ നിങ്ങൾ ലാനി കുടുംബത്തിന് എതിരാവുകയാണ്. ലാനി കുടുംബത്തിന് നിങ്ങൾ എതിരായാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. ശരിക്കും കൂളായിട്ടാണ് ഫിലിപ്പ് ലാനി ആ കാര്യം ചോദിച്ചത്. കൃത്യമായി പറഞ്ഞാൽ നല്ലൊരു ഭീഷണിയാണ് ഫിലിപ്പ് ലാനി മുന്നോട്ട് വെച്ചത്. അത് കേട്ടതും ഡസ്റ്റൻ ചോദിച്ചു, നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? മിസ്റ്റർ ഡസ്റ്റൻ, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഞാൻ പക്ഷെ ഭീഷണിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലാനി കുടുംബവുമായി നിങ്ങൾ അടുപ്പത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ലാനി കുടുംബത്തിന് താല്പര്യമുള്ള ഒരു വിഷയത്തോട് നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിലിപ്പും മാറ്റും പുറത്തേക്ക് ഇറങ്ങി. 2 പേരും ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത്. പിറ്റേന്ന് നേരം വെളുത്ത് ഡസ്റ്റൻ വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാറ്റ്ലിനെ കണ്ടത്. എന്താ കാറ്റ്ലിൻ? ഡസ്റ്റൻ അങ്ങനെ ചോദിച്ചതും കാറ്റ്ലിന്റെ കണ്ണുകൾ ആ വാതിൽക്കിലേക്ക് പതിഞ്ഞത് ഡസ്റ്റൻ കണ്ടു. പീസ് മെഡിക്കൽ സെന്ററിന്റെ വാതിലിന് പുറത്ത് ഒരു പൂച്ച കിടപ്പുണ്ട്. ആ പൂച്ചയുടെ കഴുത്ത് മുറിച്ചിട്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്ന പൂച്ച കാറ്റ്ലിന്റെ ആ പ്രിയപ്പെട്ട പൂച്ചയാണ്. ആ രംഗം കണ്ട് ഓടി വാതിൽക്കിലേക്ക് വന്ന ഡസ്റ്റൻ അപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. ആ വാതിലിൽ നിന്ന് റോഡിലേക്ക് രക്തം ഇറ്റിറ്റ് വീണിരിക്കുകയാണ്. ഒരു പട്ടിയെ കൊന്ന് രക്തം ഇങ്ങനെ വീഴ്ത്തിയിരിക്കുകയാണ്. പട്ടിയുടെ ദേഹം മുറിച്ച് അവിടേക്ക് ഇട്ടിരിക്കുകയാണ്. അമ്പരപ്പോടെ ആ കാഴ്ച കണ്ട ഡസ്റ്റൻ ഒരു കാര്യം കൂടി കണ്ടു. പുറത്ത് റോഡിൽ ഒരു കാറ് കിടക്കുന്നത്. ആ കാറിന്റെ ഗ്ലാസുകൾ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ ഗ്ലാസ് താഴ്ത്തി വെച്ചിരിക്കുന്ന ആ കാറ് സാധാരണ മൂവ് ചെയ്യുന്നു. കാറിനകത്തിരിക്കുന്ന ആളുകളെ കൃത്യമായി ഡസ്റ്റന് കാണാം. അത് സാക്ഷാൽ മാറ്റ് ലാനിയും അവന്റെ പിതാവ് ഫിലിപ്പ് ലാനിയുമാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസ്റ്റൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.